السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ജിന്ന്, പിശാച്, സിഹിർ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് ചില തൽപര കക്ഷികൾ പ്രചരിപ്പിച്ചിട്ടുള്ള കുപ്രചരണങ്ങൾക്ക് മറുപടി പറയാനാണ് ഇന്നും നാളെയും ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊരു യോഗം ഇവിടെ സംഘടിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതേയല്ല. ഇവിടെ ചില ആളുകൾ രഹസ്യമായി സീഡികൾ വിതരണം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന സീഡികൾ ഞങ്ങൾ ചില ആളുകൾക്കൊക്കെ, സംശയമുള്ളവർക്കൊക്കെ കൊടുത്തു എന്നതല്ലാതെ ഇവിടെ ഒരു ഖണ്ഡന മണ്ഡനമോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വെല്ലുവിളികളോ ഇവിടെ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. പക്ഷേ ചില ആളുകളുടെ നിലനിൽപ്പിന്റെ വിഷയങ്ങളാണല്ലോ ഇതൊക്കെ. പറയാൻ വിഷയങ്ങളൊന്നുമില്ലാതെ ആശയദാരിദ്ര്യത്തിൽ അകപ്പെട്ട ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ പോവുകയാണ്. മുങ്ങിച്ചാകാൻ പോകുമ്പോ ഒരു പുൽക്കൊടി കിട്ടിയാലും തൂങ്ങി നോക്കുമല്ലോ, ചാവിയല്ലേ, രക്ഷ കിട്ടിയാലോ. ആ നിലക്ക് കണ്ടുപിടിച്ചിട്ടില്ല അവസാനത്തെ പുൽക്കൊടിയാണ് ജിന്ന്, സിഹിർ, പിശാച് വിഷയത്തിലുള്ള കുപ്രചരണങ്ങൾ. പക്ഷേ വിചാരിച്ചതുപോലെ ക്ലച്ച് പിടിച്ചിട്ടില്ല, പഴയ കുപ്രചരണങ്ങൾ പോലെ തന്നെ എന്ന് മനസ്സിലാക്കി പലയിടത്തും പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ അങ്ങനെ പിൻവാങ്ങരുത്, നിങ്ങളത് ക്യാമ്പയിൻ തന്നെ നടത്തണം. ആളുകൾ പഠിക്കട്ടെ, നിങ്ങളുടെ തനിനിറം ജനങ്ങൾ അറിയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആളുകൾക്കിടയിലിട്ട് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഅ്തസിലി സ്വഭാവം, കുഫ്രിയത്തിന്റെ സ്വഭാവം ജനങ്ങൾ അറിയട്ടെ. ആളുകളും പരിഹസിക്കാൻ തുടങ്ങട്ടെ. അങ്ങനെ ആളുകളെ കുഫറിലേക്ക് നയിച്ച് നിങ്ങളുടെ നരകത്തിലെ സീറ്റ് ഉറപ്പാക്കണം. നിങ്ങൾ നിർത്തരുത് ക്യാമ്പയിൻ, തുടർന്നുകൊണ്ടേയിരിക്കണം, മുക്കുമൂലകളിലൊക്കെ വെക്കണം. അതാണ് എനിക്ക് ആദ്യമായി എന്റെ മടവൂരി സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ആശയദാരിദ്ര്യം കൊണ്ട് ഗതികെട്ടാൽ മനുഷ്യൻ പല അടവും പയറ്റും. പക്ഷേ കളിക്കുന്നത് ഇസ്ലാം കൊണ്ടാണ് എന്ന കാര്യം മാത്രം ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. 18 അടവും കഴിഞ്ഞിട്ട് 19ാമത്തെ മുറിവൈദ്യമാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മുറിവൈദ്യനും അതിന് കണ്ടുപിടിച്ച മുറിവൈദ്യന്മാരുടെ ഉസ്താദും നല്ല സാധനമാണ് കേരളത്തിലേക്ക്. ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ആളാണ്. അതിങ്ങനെ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ കൊണ്ടു നടക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും, ഈ നാരിയോനെ പേറിയോനും നാറും, അല്ലെങ്കിലേ നാറി നിൽക്കാണ് എന്ന് പിന്നീട് മനസ്സിലാവും. പക്ഷേ അത് ഇപ്പൊ മനസ്സിലാവില്ല. സാധാരണക്കാർക്ക് പലർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾക്ക് അതിനുള്ള സന്തോഷം. ഇവിടെ കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ പ്രവർത്തകരും അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും ക്ഷണിക്കുന്നു എന്നാണ് ഇവിടുത്തെ പ്രൊപ്പഗണ്ട പ്രചരണം. എന്താണ് അതിന് തെളിവ്? കേരള നദ്വത്തുൽ മുജാഹിദീനെ അനുകൂലിക്കുന്ന ചില പ്രസംഗകർ എവിടെയോ നടത്തിയ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ. അതേസമയം ഇവർ പറയുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ മുമ്പേ എഴുതപ്പെട്ടു പോയിട്ടുള്ള ശബാബിലും യുവതയുടെ പുസ്തകങ്ങളിലും ഉള്ളത് വ്യക്തമായി ഉദ്ധരിച്ച് നമ്മൾ പല തവണ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. ശബാബിലെ ചോദ്യോത്തരത്തിൽ വന്നാൽ ചെറിയ മുണ്ടത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേസമയം അൽമനാറിന്റെ ചോദ്യോത്തരത്തിൽ വന്നാൽ അത് സംഘടനയുടെ ഔദ്യോഗിക അഭിപ്രായം. ഇതിനല്ലേ രക്തത്താപ്പ് അല്ലെങ്കിൽ കാപട്യം എന്ന് പറയാം. 1986 ഫെബ്രുവരിയിൽ അൽമനാറിൽ വന്നിരിക്കുന്നു
എന്താ വന്നത്? പിശാചിന് രൂപം മാറാൻ സാധിക്കൂല, പിശാച് ശാരീരിക ഉപദ്രവം ഉണ്ടാക്കൂല എന്നൊക്കെ കുറെ ആയത്തുകൾ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നു. അത് തിരുത്തിയിട്ടില്ല എന്നാണ്. ആരാ എഴുതിയത്? സാക്ഷാൽ എടവണ്ണ അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹം അത് സമ്മതിച്ചിരുന്നോ? ഇല്ല. നമ്മൾ പുറത്തെടുത്തിട്ടു, ഇത് ഇയാളുടെ വക എഴുതിയതാണ്. KP മുഹമ്മദ് മൗലവിക്ക് കുറ്റിപ്പുറം സമ്മേളനത്തിന്റെ തിരക്കുണ്ടായപ്പോ സലാമെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒന്ന് ഉത്തരം ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞപ്പോ ആ ചാൻസിൽ മൂപ്പര് തിരികിയതാണ്. മനസ്സിലായില്ലേ? എടത്തനാട്ടുകര വെച്ച് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അതിന്റെയൊക്കെ ക്ലിപ്പ് ഞങ്ങൾ ഇവിടെ കാണിക്കും. എന്താ സംബന്ധിച്ചത്? ഒന്നും കാണാതെ KPനെ ഏൽപ്പിക്കോ, എനിക്കങ്ങനെ വിവരമില്ലെങ്കിൽ പിന്നെ KPനെ ഏൽപ്പിക്കോ, അങ്ങനെ ഞാൻ തിരികിയതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് തിരിച്ചാ പോരേ എന്നാവൻ. അത് മാത്ര KNMന്റെ ഉത്തരവാദപ്പെട്ട ഒരു വാസിയിൽ ഉദ്ധരിക്കാൻ സാധിച്ചു. അപ്പൊ ഇയാളെ തിരികെ ഇയാളാ തിരുത്തണ്ട്. ഇയാൾ ചെയ്ത തെറ്റ് ഇയാളല്ലേ പരിഹരിക്കേണ്ടത്, വേറെ ആൾക്ക് തിരുത്താൻ പറ്റുമോ? അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല, അദ്ദേഹം തിരുത്താതെ അങ്ങനെ നിലനിൽക്കുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, കേരള നുദ്വത്തുൽ മുജാഹിദീൻ അനുകൂലിക്കുന്ന ചില പ്രസംഗകർ എവിടെയൊക്കെയോ നടത്തിയ പ്രസംഗങ്ങളിലെ ചില ക്ലിപ്പുകൾ സന്ദർഭം നടത്തിയെടുത്തിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ചിട്ട് KNM മുഴുവൻ ഇതാണ് എന്ന് പറയാം. എന്നിട്ടോ അവര് പറയാണ് ഈ പറയുന്നതൊക്കെ ആദ്യം പറഞ്ഞു ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഖുർആനി ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്താണ്. പിന്നെ അതേയാൾ എന്നെ പറയാണ് ഉമർ സുലൈമാൻ അസ്കറിന്റെ ഒരു പുസ്തകമാണ് ശംസുദ്ദീൻ ബാലത്തിനുള്ള അവലംബം. എന്നിട്ട് ഉമർ സുലൈമാൻ അസ്കറിന്റെ പുസ്തകത്തെ കുറിച്ച് അപ്പൊ ഉമർ സുലൈമാൻ അസ്കറിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പല പണ്ഡിതാഭിപ്രായങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടേതും ഇബ്നു ഉസൈമീന്റേതും സാലിഹുൽ ഫൗസാന്റേതും ഇബ്നുൽ ഖയ്യിമിന്റെ പലരുടെ അഭിപ്രായങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ പണ്ഡിതാഭിപ്രായങ്ങൾ ചിലത് പ്രസംഗത്തിൽ സ്വാഭാവികമായും പല ആളുകളും ഉദ്ധരിക്കുമല്ലോ. പക്ഷേ പണ്ഡിതാഭിപ്രായങ്ങൾ പ്രമാണങ്ങൾക്കെതിരാണെന്ന് ബോധ്യപ്പെട്ടാലോ പണ്ഡിതാഭിപ്രായങ്ങൾ നമ്മൾ കൈയൊഴിക്കും. അത് പ്രമാണങ്ങൾക്കെതിരാണ്. കാരണം അവർക്ക് മനസ്സിലാക്കുന്നിടത്ത്, പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്ത്, ഖുർആനും ഹദീസും ഉപയോഗിച്ച് കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നിടത്ത് തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തും. അത് ശംസുദ്ദീൻ ബാലത്ത് തിരുത്തുകയും ചെയ്തു. പക്ഷേ തിരുത്തിയതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ കാരണം എന്താ? ജീവിക്കണ്ടേ? AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്ന ഒരു കഥയുണ്ട്. വല്ലാതെ വ്രണം പൊട്ടിയൊലിക്കുന്ന ഒരുത്തൻ അതിങ്ങനെ മറച്ചു വെച്ചും ഇടക്ക് പൊന്തിച്ചു കാണിച്ചും ബസ്സിൽ ഇങ്ങനെ പൈസ വിരിക്കുക. അപ്പോ ഒരാൾ ചോദിച്ചു, വളരെ അടുത്ത് വിളിച്ചിട്ട്, നിങ്ങൾ ഇങ്ങനെ വിഷമിക്കണ്ട, നിങ്ങൾ ഇതിന് ചികിത്സ ഉണ്ട്. ചികിത്സ ഇതിനാ? ചികിത്സ ഉണ്ട്. എന്നിട്ട് എങ്ങനെ? അത് ഞാൻ പോയിക്കോ, അതിന്റെ ചെലവൊക്കെ നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ ഇന്ന ആശുപത്രി പോണം, ഞാൻ ഒക്കെ വഹിക്കും. അങ്ങനെ പറഞ്ഞ് അവസാനം ഇയാൾ ചോദിക്കുക, പിന്നെ ഞാനെങ്ങനെ ജീവിക്കാം? ചികിത്സിച്ച് മാറ്റിയ പിന്നെ ജീവിക്കാൻ പറ്റുമോ? ഇതാ മടവൂരികളുടെ സ്ഥിതി. ശംസുദ്ദീൻ ബാലത്ത് തിരുത്തിയ പിന്നെ ജീവിക്കണ്ടേ അവർക്ക്? അവിടെ തിരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരുത്തിയത് ഇങ്ങനെ പറയാ, അതിന് മറുപടി തരാ, അതിന്റെ കുറച്ച് അവരെ വകയും ചേർത്തിട്ട് മറുപടി തരാ, ചൊല്ലം എങ്ങനെ എഴുതുക. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കട്ടെ, അതല്ലേ വേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവവായുവാണ്, നിലനിൽക്കാൻ കഴിയൂല. ആ വ്രണം കാട്ടി പിരിവ് നടത്തണവന്റെ ഗതികേടാണ് ഇപ്പൊ ഇവർക്കുള്ളത്. അത് തിരുത്തിയാ പിന്നെ ഇവർക്ക് ജീവിക്കണ്ടേ? സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ പ്രമാണങ്ങളോടുള്ള സമീപനത്തിലാണ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. ആളുകൾക്കിടയിൽ മൊത്തത്തിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കാൻ ഈ ദുഷ്പ്രചാരകന്മാരുടെ പ്രധാന വഴി എന്താ? ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകളാണ് ഞങ്ങൾ തള്ളുന്നത്. ഇവരെ പ്രസംഗം കേട്ടാൽ ഇവരുടെ വീക്ഷണം എന്താന്ന് മനസ്സിലാവുമോ? ഇല്ല, കുളം കലക്കൽ മാത്രം. ആ കലക്കെന്ന് വല്ല പരലോ വല്ല ചെറിയ മീൻ എന്തെങ്കിലും കിട്ടിയാലായല്ലോ, ആ കലക്കൽ മാത്രമാണ് ഉദ്ദേശം. പക്ഷേ കീറവലയും കൊണ്ട് ഇറങ്ങിയ ആൾക്ക് വല വീശുവൻ തന്നെ മനസ്സിലായി ഇതിലൊന്നും കുടുങ്ങൂല. അതിനത്ര ഈ വിലക്ക് യാതൊരു കണ്ണിയും അതിൽ കുടുങ്ങണ യാതിയല്ല മുജാഹിദുകളെന്ന് ഇപ്പൊ മനസ്സിലായി. ആ കീറവല കൊണ്ട് കുളം കലക്കിയിട്ട് വല്ലതും കിട്ടുമോ എന്ന് നോക്കുകയാണ്. ഇത് സംഘടനാ പിളർപ്പുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. 2002 സംഘടനയിൽ നിന്ന് 35 പിത്തനക്കാരെ പുറത്താക്കിയ സന്ദർഭത്തിൽ അവർ പത്രങ്ങൾക്ക് കൊടുത്ത വാർത്തയിൽ തന്നെ അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയുന്നത്? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുകയും തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിത വിശുദ്ധി ബോധവൽക്കരിക്കുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനത്തെ ജിന്ന് സേവയിലേക്കും ശൈത്താൻ ബാധയിലേക്കും നയിക്കുന്നത് മുജാഹിദ് പ്രവർത്തകർ പൊറിപ്പിക്കുകയില്ല. മാധ്യമം 13/8/2002. അച്ചടക്ക നടപടികമല്ല ISM. കേട്ടോ, വാർത്ത കൊടുത്തതാണ് 2002. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ജിന്ന് സേവയിലേക്ക് നയിക്കുന്നു, ശൈത്താൻ ബാധയിലേക്ക് നയിക്കുന്നു. അന്ന് ഈ ഉള്ളവൻ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകം ജിന്ന് സേവയും പിശാചി ബാധയും പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ. നല്ല നാക്കിട്ടടിക്കാൻ കഴിവുള്ള വായാടികളും കുത്തിക്കുറിക്കാൻ കഴിവുള്ള പേനയുന്തികളും അപ്പുറത്തുണ്ടല്ലോ. ഇതുവരെയും ഇതിന് മറുപടി എഴുതിയിട്ടില്ല. ഇതിന് എത്രമാത്രം ഉദ്ധരണികളുണ്ട്. അവർ തന്നെ പിടിച്ചു വെച്ചിട്ടുള്ള ശബാബ്, അവരുടെ തന്നെ പണ്ഡിത സഭയിലുള്ള ആളുകൾ, അവരുടെ തന്നെ പ്രാസംഗികന്മാർ, അവർ ഏറ്റിക്കൊണ്ട് നടക്കുന്ന മുഹദ്ദിസുകൾ, അവരുടെ ഒക്കെ ഉണ്ടല്ലോ ഇതിന്.
അതിനൊന്നും ഇതുവരെയും മറുപടി പറഞ്ഞിട്ടില്ല. ഈ പുസ്തകം ഇറക്കിയതോടെ അന്ന് രംഗത്ത് വലിഞ്ഞു, കേസും കൂട്ടവും വർത്താനൊക്കെ അങ്ങനെ നടന്നു. ഇപ്പൊ വിഷയങ്ങളൊന്നും ഇല്ലാതായപ്പോ വിഷയദാരിദ്ര്യം കൊണ്ട് മുട്ടിയപ്പോൾ അപ്പോൾ നേതാക്കന്മാർ കണ്ടുപിടിച്ച മുറിവൈദ്യമാണ് ഇതൊന്നും കൂടി നമ്മൾ ഇറക്കി വെക്കുക. എന്നിട്ടൊരു 4 CD തിരൂരങ്ങാടിയിൽ പ്രസംഗിച്ച സുല്ലമിയുടെ CD പലയിടത്തും ഫ്രീ ആയിട്ടും സൗജന്യമായിട്ടും വലിയ ദഅവത്തിന്റെ നിലയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അതിന്റെ കൂടെ KPS ഫാറൂഖി എന്ന ശംസുദ്ദീൻ പാലക്കോടിന്റെ ഒരു നോട്ടീസ്, അത് ഞങ്ങൾ വ്യക്തമായി മറുപടി എഴുതി. ജിന്നും സിഹറും മടവൂരികളുടെ ദുഷ്പ്രചരണവും എന്ന 5 രൂപ വിലയുള്ള ഈ പുസ്തകം സാൽവേഷനിൽ തന്നെ നമ്മൾ 5000 കോപ്പികൾ അടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല ആളുകൾ ഇത് വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത്, ഇവരുടെ എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായി നമ്മൾ മറുപടി പറയുകയും ഈ ആരോപണങ്ങളെല്ലാം തെളിവില്ലാത്തതാണെന്ന് വ്യക്തമായി നമ്മൾ സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ചില ആളുകൾ പറയുന്നത് അബ്ദുസ്സലാം സുല്ലമിയുടെ ഈ വാദങ്ങളൊക്കെ വളരെ മുമ്പേയുള്ള വാദങ്ങളാണല്ലോ, അതെന്താ നിങ്ങൾ ഇപ്പോൾ വിമർശിക്കുന്നത്? അന്ന് അബ്ദുസ്സലാം സുല്ലമിയുടേത് മാത്രമായിരുന്നു. അബ്ദുസ്സലാം സുല്ലമി എന്ന വ്യക്തിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളായിരുന്നു. ആ നിലക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. ഇന്നതല്ല, ഇന്നതൊരു പ്രസ്ഥാനം ഏറ്റെടുത്തു, ഒരു സംഘടന ഏറ്റെടുത്തു. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടെന്ന് ഇവരുടെ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതൊരു കൂട്ടർ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കാൻ തുടങ്ങിയത്. ഹുസൈൻ മടവൂരിന്റെ സ്വന്തമായ കുറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ മാത്രം മേഖലയിൽ ഒതുങ്ങി നിന്നിരുന്നു. പക്ഷെ ISMന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴോ നമ്മൾ അതിനെ എതിർക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യതിയാനം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ വിഷയം എടുത്തിട്ടത്. സംഘടനക്കകത്ത് പ്രശ്നമുണ്ടായപ്പോ കേരള നേതൃത്വ മുജാഹിദിന്റെ കോർഡിനേഷൻ കമ്മിറ്റി 2 കൂട്ടരെയും വിളിച്ചു ചേർത്തു. എന്തൊക്കെ വിഷയം ചർച്ച ചെയ്യണം, എന്തൊക്കെയാണ് തർക്കമെന്ന് ചോദിച്ചു. അങ്ങനെ 2001 ജൂൺ 4 യോഗത്തിൽ 2 കൂട്ടരും കൂടിയപ്പോ ഇവർ പറഞ്ഞോ, ജിന്നി ശൈത്താൻ സിഹിർ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ചർച്ചക്കെടുക്കണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്തേ? അന്ന് പറയാൻ മാത്രം ഇവരിൽ കോപ്പില്ല. പിന്നീട് പുസ്തകം ഇറക്കുകയും അന്ന് പത്രവാർത്ത കൊടുക്കുകയും ചെയ്ത ആളുകൾ അന്നും ഉണ്ടായിരുന്നല്ലോ ഈ ആയുധം കയ്യിൽ. പക്ഷേ പണ്ഡിതന്മാരുടെ മുമ്പിൽ മാറ്റുരക്കാൻ മാത്രമുള്ള തെളിവുകൾ കയ്യിലില്ല. സാധാരണക്കാരെ പൊട്ടീസാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ചില വാചാടോപങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് അവർ ഉത്തരവാദപ്പെട്ടവർക്ക് അറിയുന്നത് കൊണ്ടാണ് അത് ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പിൽ ഒരിക്കലും ചർച്ചക്കെടുക്കാൻ ഇവർ ധൈര്യം കാണിക്കാതിരുന്നത്. പക്ഷേ ഇതിൽ രക്ഷപ്പെട്ടത് നമ്മുടെ ഹദീസ് നിഷേധിയായ സുല്ലമിയാണ്. തന്റെ ഹദീസ് നിഷേധ ചിന്താഗതി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. സുല്ലമി എന്ന് പറഞ്ഞാൽ മടവൂരിസത്തിന്റെ തുടക്കത്തിലില്ല, ഇടക്കാലത്ത് വലിഞ്ഞു കയറിയ ആളാണ്. അദ്ദേഹത്തെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പലരും അദ്ദേഹത്തിനടുത്ത് പോയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം നന്നാവും നോക്കി, നന്നാവില്ല എന്ന് കണ്ടപ്പോ വിട്ടതാണ്. ആട്ടെ, എന്നിട്ട് അദ്ദേഹം എന്താക്കി? അദ്ദേഹം ഈ ഗ്രൂപ്പിൽ വലിഞ്ഞു കയറി ആചാര്യനായി നടന്നു. ആ ഗ്രൂപ്പുകാരാണ് അദ്ദേഹത്തിന് അന്നിസ്ലാഹി ചെളി ചവിട്ടിത്താറ്റിയത്. അന്ന് അദ്ദേഹം എഴുതിയ കത്ത് ഇന്നും ഞങ്ങളുടെ കയ്യിലുണ്ട്. ക്ലാസ്സിൽ വന്ന് കരയായിരുന്നു അദ്ദേഹത്തെ ദ്രോഹിച്ചതിന്. ആരാ ദ്രോഹിച്ചത്? ഇന്ന് ഏറ്റിക്കൊണ്ട് നടക്കുന്നവർ. എന്താ അദ്ദേഹത്തിന് മാറ്റമുണ്ടായത്? ഒന്നുമില്ല, അദ്ദേഹം ഗ്രൂപ്പുകാരോട് കൂറ് പ്രഖ്യാപിച്ചു എന്ന് മാത്രം. വേറൊരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പിന്നുണ്ടായ മാറ്റം എന്താണ്? അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളും തുറന്നടിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. KNMന്റെ കൂടെ നിൽക്കുന്ന കാലത്ത് അങ്ങനെ തുറന്നടിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പൊതു സ്റ്റേജുകളിലും അതുപോലെ തന്നെ സംഘടനാപരമായ സദസ്സുകളിലും വെച്ച് തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവാദം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന് പറ്റിയ ഒരു തുരുത്ത് നോക്കി നടക്കായിരുന്നു. അങ്ങനെ കിട്ടിയൊരു തുരുത്താണ്. പിന്നെ സുല്ലമിയെ മുമ്പിൽ നിർത്തിയിട്ടെങ്കിലും 4 ആളെ കിട്ടിയാലോ? അപ്പൊ KJന് വൈസ് പ്രസിഡന്റ് ആക്കി നോക്കി, പിന്നെ ഉപദേശ സമിതി ആക്കി നോക്കി, ഹദീസ് സമാഹാരത്തിന് അസോസിയേറ്റ് എഡിറ്ററാക്കി നോക്കി. എന്തായാലും ഗ്രൂപ്പിന്റെ ആചാര്യനായി ചമയാൻ തക്കം പാർത്തിരുന്ന സുല്ലമിക്ക് കിട്ടിയ ഒരവസരമാണിപ്പോൾ. ഗ്രൂപ്പ് തട്ടിക്കൂട്ടി 10-11 വർഷങ്ങൾക്ക് മുമ്പ് VC ഉണ്ടാക്കി ഈ ഗ്രൂപ്പിസത്തിന് തുടക്കം കുറിച്ച ആളുകൾ, അവർക്ക് ഇതിന്റെ പിന്നിൽ പല ഗൂഢോദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. ആ ഗൂഢോദ്ദേശങ്ങളുമായി സംഘടനയെ പുലർത്തിപ്പോയവർ വേറെ സംഘടനയുണ്ടാക്കി, വർഷങ്ങൾക്ക് മുമ്പ് സംഘടനയുണ്ടാക്കി രഹസ്യമായി രജിസ്റ്റർ ചെയ്ത് വെച്ചവർ പിന്നീട് അത് പ്രഖ്യാപിച്ചു. ഇതെല്ലാം പുറത്തു വന്നപ്പോ, വഞ്ചനയുടെ കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ അവരുടെ എല്ലാ ഗൂഢോദ്ദേശങ്ങളും ജനങ്ങൾ അറിയുകയായിരുന്നു. പക്ഷെ അവർക്ക് പോലും ഇല്ലാത്ത വാശിയും അവർക്ക് പോലും ഇല്ലാത്ത അസൂയയുമാണ് ഇപ്പോൾ നമ്മുടെ സുല്ലമിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജാവിനെക്കാളും വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെയാണ്. യഥാർത്ഥത്തിൽ ചേകനൂരിന്റെ മറ്റൊരു പതിപ്പായി അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞാലേ ഹദീസ് നിഷേധാവുള്ളൂ എന്നാണ്.
ഹദീസ് നിഷേധത്തിന്റെ തുടക്കം എന്താ? നിങ്ങൾ തന്നെ ഇറക്കിയ ഹദീസ് സമാഹാരത്തിൽ പറയുന്നുണ്ട്. ഹദീസ് നിഷേധം തുടങ്ങിയത് തന്നെ ഖബറുൽ ആഹാദ് ഹുജ്ജത്തല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖബറുൽ ആഹാദിന്റെ പ്രാമാണികതയിൽ സംശയിക്കലാണ് ഹദീസ് നിഷേധത്തിന്റെ തുടക്കമെന്ന് ഇവർ തന്നെ പുറത്തിറക്കിയ ഹദീസ് സമാഹാരത്തിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് സുല്ലമിക്ക് തുടങ്ങിയിട്ടുള്ളതും, ഖബർ ആഹാദിന്റെ ഹുജ്ജത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട്. പക്ഷേ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ഹദീസ് സമാഹാരം പുറത്തിറക്കിയപ്പോ അതിൽ എത്ര ശതമാനം മുത്തവാത്തിറായ ഹദീസ് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഹദീസുകൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് മുത്തവാത്തിർ. മുത്തവാത്തിർ എന്ന് പറഞ്ഞ അനേകം പരമ്പരകളിലൂടെ ഒരുപാട് സഹാബികൾ ഉദ്ധരിച്ചു, അവൻ ഒരുപാട് താബികൾ ഉദ്ധരിച്ചു, അവൻ ഒരുപാട് താബികൾ ഉദ്ധരിച്ചു. അങ്ങനെ സനദിന്റെ ഓരോ ഘട്ടത്തിലും അനിഷേധ്യമാം വിധം ഒരുപാട് ആളുകൾ ഉദ്ധരിച്ച ഹദീസ്, അതാണ് മുത്തവാത്തിർ. അതൊരു 5% 10% ഇടയിലേ വരുള്ളൂ. ബാക്കിയുള്ള 90% ഹദീസുകളും ഖബർ ആഹാദുകളാണ്. അതിൽ 50 സനദുള്ളൂ, 40 സനദുള്ളൂ, 30 സനദുള്ളൂ, 10 സനദുള്ളൂ, 2 സനദുള്ളൂ, 1 സനദുള്ളൂ ഒക്കെ വരും. അതിൽ സഹീഹും ഉണ്ടാകും, ലഈഫും ഉണ്ടാകും. വിശ്വാസകാര്യങ്ങൾക്കും ആചാരങ്ങൾക്കും സ്വഭാവങ്ങൾക്കും അതുപോലെ മനുഷ്യബന്ധങ്ങൾക്കും മുആമലാത്തുകൾക്കൊക്കെയുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഖബർ ആഹാദിൽ നിന്നാണ്. അത് വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റുകയില്ല എന്ന് ഇയാൾ പലയിടത്തും എഴുതി. ഇക്കഴിഞ്ഞ ശബാബിൽ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ എല്ലായിടത്തും പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയുമ്പോ അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്ന സ്ഥലത്ത് മാത്രം ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതൊരു ഖബറുവായതല്ലേ എന്ന് ഞാൻ തട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹദീസ് നിഷേധികൾക്ക് മറുപടി പറഞ്ഞ പാരമ്പര്യം ഇക്കഴിഞ്ഞ 14 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾക്കുണ്ട്. അവർ പറഞ്ഞ മറുപടി തന്നെ ഖബറുവാഹിദ നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കൾക്കും ഖവാരിജികൾക്കും ഒക്കെ മറുപടി പറഞ്ഞത് ധാരാളം ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇയാൾക്കതല്ല ആവശ്യം. ഇയാളുടേതായ ചില സ്വന്തം ചിന്താഗതികൾ, മുൻകാല പണ്ഡിതന്മാർക്ക് എന്തൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ടോ അതൊക്കെ ചിക്കിച്ചകഞ്ഞെടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് താനെന്തോ പുതിയൊരു ഗവേഷകനാണെന്ന് വരുത്തി തീർക്കലാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. പക്ഷേ ഏതൊക്കെ പണ്ഡിതന് ഏതൊക്കെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങളുണ്ടോ അതൊക്കെ തന്റെ അഭിപ്രായമായി അവതരിപ്പിച്ച് പുതിയ ഗവേഷകനായി ചമയുന്ന സുല്ലമി യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്നാണ് പുറത്തു പോയിട്ടുള്ളത്. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് തള്ളിക്കളയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇസ്ലാം ബുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന മതമല്ലേ? ലഅല്ലക്കും തഅഖിലൂൻ അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ആ ചിന്തിക്കാൻ വേണ്ടിയാണിത്. അഫലാ യതദബ്ബറൂൽ ഖുർആൻ, അവർ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലേ എന്നൊക്കെയുണ്ടല്ലോ. ശരിയാണ്, ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കണം ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നവർ. പക്ഷേ ഖുർആനെയും ഹദീസിനെയും തിരുത്താനോ ഭേദഗതി ചെയ്യാനോ മനുഷ്യ ബുദ്ധിക്ക് അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിലും ഹദീസിലും ഒരു കാര്യം സ്ഥിരപ്പെട്ടാലും തന്റെ ബുദ്ധിയിലിട്ട് തൂക്കി നോക്കിയ ശേഷമേ സ്വീകരിക്കാവൂ എന്ന് സലഫികൾ ആരും പറഞ്ഞിട്ടില്ല. മനുഷ്യബുദ്ധിയുടെ പരിമിതി ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുള്ളതുപോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യബുദ്ധിക്ക് അല്ലാഹു വിട്ടു തന്നിട്ടില്ല. മറിച്ച് അല്ലാഹു ആണ് അത് തീരുമാനിക്കേണ്ടത്. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ നിങ്ങൾ വെറുത്തേക്കാം, യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ഗുണകരമായിരിക്കും. വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദോഷകരമായിരിക്കും. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ജിഹാദുമായി ബന്ധപ്പെട്ട ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണത്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ തീരുമാനിക്കാൻ മനുഷ്യ ബുദ്ധിക്ക് പ്രാപ്തിയില്ല. അത് അള്ളാഹുവോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പ്രവാചകന്മാരോ പറയണം. പ്രവാചകന്മാര് ഓരോ പ്രദേശത്തും വന്ന് ആ പ്രദേശത്തെ കുറിച്ച് പഠനം നടത്തി ഗവേഷണം നടത്തി കണ്ടെത്തിയ സിദ്ധാന്തങ്ങളോ തത്വങ്ങളോ അല്ല ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം. മറിച്ച് അള്ളാഹുവിൽ നിന്ന് കാലാകാലങ്ങളിൽ അഭൗതിക മാർഗത്തിലൂടെ ലഭിക്കുന്ന വഹയാണ് മതത്തിന്റെ അടിസ്ഥാനം. ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ, എനിക്ക് ലഭിക്കുന്ന വഹി മാത്രമാകുന്നു ഞാൻ പിൻപറ്റുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം ഇച്ഛപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, തനിക്ക് ലഭിച്ച വഹി മാത്രമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വഹിയിലൂടെ എന്ത് ലഭിച്ചോ, ഖുർആൻ വഹിയായതുപോലെ ഹദീസും വഹിയാണ്. ചിലർ പറയും ഖുർആനെതിരായ ഹദീസ്, അതെങ്ങനെ ഉണ്ടാകുക? രണ്ടും വഹിയാണ്, ഒന്നൊന്നിനെതിരാവുകയില്ല. രണ്ടും ഒരേ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ എതിരാണെന്ന് തോന്നും. എങ്കിൽ നമ്മൾ എന്ത് വേണം? ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ആ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി,
എന്ന് നാം അന്വേഷിക്കണം. പൂർവ്വകാല സലഫി പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ ഇമാമുകൾ അവരെങ്ങനെ മനസ്സിലാക്കി എന്ന് പരിശോധിച്ച് അവർക്ക് ഈ ഹദീസിന് എങ്ങനെയാണ് വ്യാഖ്യാനം നൽകിയത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചാണ് നാം മുന്നോട്ട് നീങ്ങേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരാളുടെ ബുദ്ധിക്കനുസരിച്ച് പരിശുദ്ധ ഖുർആനിൽ വന്ന അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്ന ഒരു കാര്യത്തെ തിരുത്താനോ ഭേദഗതി ചെയ്യാനോ നമുക്ക് പറ്റില്ല. സുഹൃത്തുക്കളെ, ഒരാൾ ബുദ്ധിക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പോലും ബുദ്ധിക്കെതിരായെന്ന് പറയാൻ കാരണമാവില്ലേ? ഒരുപാട് മുഴുജത്തുകൾ അത് ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. നമുക്ക് വേണ്ട ഈമാൻ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു നോക്കി. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഉപകരണങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും കണ്ടെത്താത്ത അതിനെല്ലാം അപ്പുറത്തുള്ളതാണല്ലോ ഗൈബ്. ആ ഗൈബിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം. അതൊക്കെ പരീക്ഷണശാലി തെളിയിച്ചാലേ നാം വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതന്നല്ലേ യുക്തിവാദം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു. വേദഗ്രന്ഥങ്ങളുടെ ചട്ടയും ആ പേജിലുമല്ലല്ലോ വിശ്വസിക്കുന്നത്. അതിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ അഭൗതികമായ മാർഗത്തിലൂടെ ലഭിച്ച വഹയാണ്. ഈ പ്രവാചകന്മാർ അവർ നാം വിശ്വസിക്കുന്നത് അവർക്ക് അള്ളാഹുവിനും അഭൗതികമായ മാർഗത്തിൽ വഹി ലഭിച്ചിരുന്നു എന്നാണ്. അപ്പോ വഹയിനെയാണ് യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്നത്. ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച കാര്യങ്ങളാണ് ഗൈബിയായ കാര്യങ്ങൾ. അതൊരിക്കലും നമുക്ക് സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇബാദത്തുകളുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. നമസ്കാരം എന്താ? അപ്പൊ മഗ്രിബ് 3, എന്താ സുബഹി 2? ഒരു മറുപടിയില്ല. റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത് അല്ലേ? എന്താണ് വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നത്? എന്താ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കാത്തത്? അല്ലെങ്കിൽ എന്താണ് ഗ്രഹണസ്കാരത്തിന് ബാങ്കില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത്. എന്താ സുജൂദ് അങ്ങനെ, എന്താ റുക്കൂ ഇങ്ങനെ? ഒന്നും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. ലൗ കാന ദീനു ബിർറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ജി മിൻ അലാഹു. അല്ലെ, ഒന്നുകൂടി കൂടി സോക്സ് ധരിച്ചാൽ നാട്ടിൽ നിൽക്കുന്നവൻ ഒരു ദിവസവും യാത്രക്കാരന് 3 ദിവസം ഒന്നു കൊടുക്കുമ്പോൾ അത് അഴിക്കേണ്ടതില്ല. കാല് കഴിയുന്ന സമയത്ത് അതിന്റെ പുറമേ ഒന്ന് തടവിയാൽ മതി. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മതം മനുഷ്യന്റെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ചായിരുന്നെങ്കിൽ, ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഖുഫിന്റെ താഴെ ഭാഗമാണ് തടവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മുകൾ ഭാഗത്തേക്കാൾ. പക്ഷേ വലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ലാഹിരിൽ ഖുഫി, അല്ലാഹുവിന്റെ റസൂൽ ഖുഫയുടെ മുകൾ ഭാഗം തടവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. ബുദ്ധിക്ക് ഇപ്പൊ തയമ്മും ചെയ്തു. എന്ത് ശുദ്ധീകരണം അവിടെ നടക്കുന്നത്? ബാഹ്യാർത്ഥത്തിൽ ഒരു ശുദ്ധീകരണവും നടക്കുന്നില്ലല്ലോ. മണ്ണിലോ അല്ലെങ്കിൽ മണ്ണോട്ടുള്ള ചുമരിലോ നമ്മളൊന്ന് കൈ കൊട്ടിയിട്ട് കൈ നട്ടിയിട്ട് കൈയിന്റെ പടം ഒന്നിങ്ങനെ ആക്കി മുഖം ഒന്നിങ്ങനെ തടവി. പക്ഷെ അയാൾക്ക് തഹാറത്തുണ്ട്, നവാഫത്ത്, വൃത്തി, ഭാഷാർത്ഥത്തിലുള്ള ശുദ്ധി ഇല്ലെങ്കിലും. അപ്പൊ അവിടെയൊക്കെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നമുക്ക് സ്ഥാപിച്ചു കൊടുക്കാൻ പറ്റും. റസൂൽ അങ്ങനെയാ കാണിച്ചു തന്നത്. അത് മാത്രം അതിനെപ്പറ്റി പറയാവൂ. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു അതുപോലെ നമസ്കരിക്കണം. കീഴ്വായി പോയാൽ ഒന്ന് മുറിയുമെന്നതിനെ ചേകനൂര് പരിഹസിച്ചു. എന്താ പരിഹസിച്ചത്? ഓ, ടയർ പഞ്ചറായിട്ട് ഇപ്പൊ മേലെ പെയിന്റ് അടിച്ചിട്ട് എന്താ കാര്യം? ഓ, കുറെ യുക്തിവാദികൾ അയാളെ പിന്നാലെ കൂടി. അപ്പോ എ പി അബ്ദുൽ ഖാദർ പോലീ ചോദിച്ചു, ഔജാഹദും മിൻകും മിനൽ ഗായിത്തി, നിങ്ങൾ മലമൂത്ര വിസർജന സ്ഥലത്ത് വന്നാൽ മലവിസർജനോ മൂത്രവിസർജനോ ഒന്നും മുറിക്കുന്ന കാര്യമാണല്ലോ. ഓയിൽ ലീക്കായാൽ അതുകൊണ്ട് എന്താ മേലെ പെയിന്റ് അടിച്ചിട്ട് കാര്യം ഒരാൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചാലോ? അപ്പൊ നിങ്ങൾ ഖുർആനിൽ തള്ളേണ്ടി വരൂലേ? അത് ഖുർആനിലുള്ളതാണല്ലോ എന്ന് എ പി തിരിച്ചു ചോദിച്ചപ്പോ മറുപടി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇയ്യാകും വഅസ്ഹാബർ റഈ, അഭിപ്രായത്തിന്റെ ആളുകൾ നിങ്ങൾ സൂക്ഷിക്കണം. പ്രമാണങ്ങളെക്കാളേറെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ സൂക്ഷിക്കണം. ഫഇന്നഹും അഅദാഉസ് സുന്ന, അവർ ഇസ്ലാമിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന്റെ ശത്രുക്കളാണ്. ഹദീസുകൾ മനഃപ്പാടമാക്കാനും പഠിക്കാനും അവർക്ക് കഴിയാതെ പോയി. അവർ സ്വന്തം അഭിപ്രായം അനുസരിച്ച് മതത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. അവർ പിഴച്ചു, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ഹദീസ്. അത് പഠിക്കുക, മനസ്സിലാക്കുക, അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുള്ള സ്വഭാവമല്ല. സാക്ഷാൽ ഹുസൈൻ മടവൂരിനോട് ഞാനൊരിക്കൽ സംസാരിച്ചപ്പോ ഈ ഹദീസിന്റെ കാര്യത്തിൽ കുറെ സഹിയും ലൈഫൊക്കെ കെട്ടുപടഞ്ഞ് നമ്മുടെ ആളുകൾ തന്നെ പല ദുർബല ഹദീസുകളൊക്കെ ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ജക്കരിയ അതൊരു ബഹറാണ്, അതിൽ കുറെ സഹിയുണ്ട്, ലൈഫുണ്ട്. നമ്മൾ ഖുർആനും പിന്നെ നമ്മക്കൊരു ബുദ്ധി ഉണ്ടല്ലോ, അതനുസരിച്ച് അങ്ങ് പറഞ്ഞാൽ മതി. അത് ആ ബഹറിലേക്ക് നമ്മൾ ഇറങ്ങാൻ നിൽക്കാൻ നല്ലത്. എങ്ങനെയുണ്ട്? അതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ക്ലാസ്സിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ആയത്തിന്റെ കഷ്ടം പഠിക്കും, പിന്നെ ഓന്റെ ബുദ്ധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അതൊക്കെ ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ. ഹജറുൽ അസ്വദിനെ ചുംബിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത കല്ല്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല.
ഹജറിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതാ. അപ്പൊ അവിടെ ബുദ്ധിക്കൊരു സ്ഥാനമില്ല. ഹജ്ജിന് പോകണം, ബുദ്ധി ജിദ്ദയിൽ വെച്ച് കൊണ്ടിരും. കാരണം എന്താ, അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിൽ അനുകരിക്കല്ലാതെ അവിടെ യാതൊന്നുമില്ല. കഅബത്തിന് വലമ്പക്കലല്ല, ചെന്നോക്കുമ്പോ ഇടമ്പക്കല. എന്നിട്ടോ ഒരു തുണിയും ഒരു പൊതയും മാത്രം. ഷഡ്ഡി പാടില്ല, ബനിയം പാടില്ല, പുരുഷന്മാർക്ക് അങ്ങനെയാണ്. മാത്രല്ല ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പിന്നെ നഖെടുക്കാൻ പാടില്ല, മുടിയെടുക്കാൻ പാടില്ല, അങ്ങനെയാണ്. എന്താ അങ്ങനെ റസൂൽ പഠിപ്പിച്ചത്? അവിടെ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. റസൂൽ എന്താ കാണിച്ചത്? അത് അപ്രകാരം അനുകരിക്കുകയല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമല്ല. ആദ്യം ചെല്ലുന്ന തവാഫില് നിങ്ങൾ ഈ പുതച്ച തുണി വലത്തെ ചുമല് വെളിവാക്കിയിട്ട് ഇങ്ങനെ ഇടണം. എന്നിട്ട് ആദ്യത്തെ 3 റൗണ്ടിൽ നിന്ന് കുലുങ്ങി ഓടണം. നാ ഓട്ടമല്ല, നാ നടത്തമല്ല, റമല് എന്നാ പറയാം. എന്തിനാത്? ആദ്യം റസൂലും സഹാബത്തും ഹജ്ജ് ചെയ്യാൻ വന്നപ്പോ മദീനത്ത് പോയിട്ട് വല്ലാതെ ക്ഷീണിച്ചല്ലോ റസൂലും മുഹമ്മദും സഹാബികളൊക്കെ എന്ന് ഖുറൈശികൾ പറയാതിരിക്കാനാണ് ഞങ്ങളത് തുടങ്ങിയതെങ്കിലും ഖിയാമത്ത് നാൾ വരെ ഞങ്ങളത് ഉപേക്ഷിക്കുന്നതല്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറ്റു സഹാബികളും പറഞ്ഞത് സഹിഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇന്നും അത് മനാസിക്കിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇന്നും അത് നമുക്ക് സുന്നത്താണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ദീൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് തള്ളിക്കളയേണ്ടി വരും. ശവം തിന്നുന്നതിനെ പറ്റി അവിടുത്തെ യഹൂദികളും മുശ്രിക്കുകളും പറഞ്ഞ ഞാൻ എന്താ മുസ്ലിങ്ങൾ അവസ്ഥ? അവര് കൊന്നത് തിന്നും, അതായത് അർത്ഥത്. അള്ളാഹു കൊന്നതോട്ട് തിന്നൂല്ല. അള്ളാഹു കൊന്നതേതാ? ചത്തത്. നല്ല യുക്തിയാണ്. ഇപ്പൊ അള്ളാഹിനെക്കാളും എന്താ വരും? കേട്ടാ നല്ല യുക്തിയാണല്ലോ അല്ലേ? പക്ഷെ ആ യുക്തിവാദം സ്വീകരിച്ചില്ല. ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാതിരിക്കാൻ യുക്തിവാദമായിരുന്നു. ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആദം മണ്ണുകൊണ്ടും. തീയാൽ സൃഷ്ടിക്കപ്പെട്ട ആള് മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആൾക്ക് സുജൂദ് ചെയ്യുന്നതിൽ എന്ത് യുക്തിയുള്ളത് എന്നായിരിക്കും അല്ലേ? പുറത്തു പോകാനാ പറഞ്ഞവനോട്. അവന്റെ യുക്തിവാദത്തിന് മറുപടി ഇല്ല, പോടുന്നു ശപിക്കപ്പെട്ടവനെ. അപ്പൊ ആ യുക്തിവാദം വന്നു തുടങ്ങിയതാ. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോ ആർത്തവ കാലത്തുള്ള നിസ്കാരം അത് കളാ വീട്ടേണ്ടതില്ലല്ലോ, നോമ്പ് കളാ വീട്ടും വേണം. ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ഒരു പെണ്ണ് ചോദിച്ചു, എന്താ ഉമ്മ അങ്ങനെ നോമ്പ് കളാ വീട്ടുകയാണെങ്കിൽ നിസ്കാരം കളാ വീട്ടണ്ടേ? അപ്പൊ ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ ഹറൂറിയത്തുൻ അൻതി, നീ ഹറൂറിയ വാദക്കാരിയാണോ? ഹറൂറിയത്ത് പറഞ്ഞ ഖവാരിജികളാണ്. ഖവാരിജികൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട്, നിസ്കാരം കളാ വീട്ടണമെന്ന്. കേട്ടോ, കാരണം ചില വാദങ്ങൾ കേട്ടാൽ നമ്മൾ ചോദിക്കുമല്ലോ, എന്താടാ ഇഖ്വാനിയ, എന്താടാ ഖുറാഫിയ? വാദം കേൾക്കുമ്പോൾ നമുക്ക് തിരിയല്ലോ. ആ ചോദ്യം അന്ന് ആയിഷാ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചതാ, നീ ഖവാരിജിയാണടി? കാരണം ഖവാരിജികൾക്ക് അങ്ങനെ വാദമുണ്ടല്ലോ. അപ്പൊ ആ ചോദ്യം അന്ന് തുടങ്ങിയതാ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, അള്ളാന്റെ റസൂലിന്റെ കൂടെ ഞങ്ങൾ ജീവിക്കുമ്പോ ഞങ്ങൾക്ക് ആർത്തവം ഉണ്ടാകാറുണ്ട്. നിസ്കാരം കളാ വിട്ടാൻ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നോമ്പ് കളാ വിട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ അടിസ്ഥാനം. എന്റെ യുക്തിക്ക് അവിടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് സലഫികൾ പറയുന്നത്, ഇതാ വറദൽ നഖൽ ബതലൽ അഖൽ, പ്രമാണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിക്ക് സ്ഥാനമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഈ ഹദീസുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം അല്ലെങ്കിൽ ആയത്തുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾ പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെ തന്നെ ചില വിവരദോഷികൾ പറയുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് ബുദ്ധിയും പ്രമാണവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ പ്രതിരോധിക്കൽ എന്ന 9 വാല്യം പുസ്തകം രചിച്ചിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിൽ അതുണ്ട്, ആർക്കെങ്കിലും ആവശ്യപ്പെട്ട് നോക്കാൻ ലഭിക്കുന്നതാണ്. അപ്പൊ അത്രയും വലിയ സേവനങ്ങൾ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമാം സഹാബിയുടെ മുശ്കിലുൽ ആസാർ, ഇമാം ഇബ്നു ഖുതൈബയുടെ തഅ്വീൽ മുഖ്തലഫിൽ ഹദീസ്, ഇതെല്ലാം മുൻഗാമികൾ രചിച്ചത്. ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല, പ്രത്യക്ഷത്തിൽ നമുക്ക് വൈരുദ്ധ്യം തോന്നുകയാണ് എന്ന് മാത്രം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഇപ്പൊ സുഹൃത്തുക്കളെ, സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ പോലും ആളുകൾക്കിടയിലിട്ട് പുച്ഛിക്കുന്ന ആ അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ബുഹാരിയിലൊക്കെ ബാറോലല്ലേ, ബുഹാരി എന്ന് പറയാൻ കൂടി വയ്യ, എഴുതാൻ പിന്നല്ലേ. സഹീഹുൽ ബുഖാരി എന്ന സാധനം കണ്ടിട്ടുമല്ലോ, ഓൻ പറഞ്ഞേർക്കാം ഇതിലൊക്കെ വാറോലി ഉണ്ടല്ലോ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പഴയകാല നേതാക്കൾ സഹീഹുൽ ബുഖാരിക്ക് കൽപ്പിച്ചിരുന്ന മഹത്വം എന്തായിരുന്നുവെന്ന് പഴയകാല അൽമനാറുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പരൊക്കെ പറയണ്ടല്ലോ, കെ എം മൗലവിയുടെ കാലത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതാണ് ഞങ്ങളുടേത്, അതുപോലെ ആദ്യകാലത്ത് ഇ കെ മൗലവിന്റെ കാലത്തുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതാണ് ഞങ്ങളുടേത് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോടുള്ള സമീപനം പൂർവ്വകാല ഇസ്ലാഹി പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, 1971 ഒക്ടോബറിൽ സഹീഹുൽ ബുഖാരി ചിരപ്പെട്ട നബിവചനങ്ങളുടെ വിലപ്പെട്ട സമാഹാരം. അതിൽ പറയാണ്, സഹീഹുൽ ബുഖാരിയുടെ സ്വീകാര്യതയും പാവനത്വവും അംഗീകരിക്കാത്ത ഒരൊറ്റ പണ്ഡിതനും മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. 6 ലക്ഷം പരമ്പരകൾ മുഖേന ലഭിച്ച ആയിരക്കണക്കിന് നബിവചനങ്ങളിൽ നിന്ന് കടഞ്ഞെടുക്കപ്പെട്ട സഹീഹായ 7000-ൽ പരം പ്രവാചക വചനങ്ങളാണ് സഹീഹുൽ ബുഖാരി ഉൾക്കൊള്ളുന്നത്.
ഇമാം ബുഖാരി തന്നെ വ്യക്തമാക്കുന്നു, തന്റെ നിഷ്കൃഷ്ടമായ ഉപാധികൾ അനുസരിച്ച് സഹിയാണെന്ന് ഉറപ്പുള്ളതല്ലാത്ത ഒറ്റ ഹദീസും ഈ സമാഹാരത്തിലില്ല. ചില സഹിഹായവ തന്നെ നിബന്ധനകളോട് നീതി പുലർത്താത്തത് കാരണം വിട്ടുകളയുകയാണ് ഉണ്ടായത്. സഹീഹുൽ തിരുത്തൽവാദികൾ ഇവിടെയും സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊന്തി വന്നവ. യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ നൊടിഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടിയെ അർഹിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം. തന്റെ ചില നിഗമനങ്ങളോട് വിയോജിച്ചതിനാൽ മാത്രം സഹീഹുൽ ബുഖാരി തോട്ടിലെറിയുന്നവരെ നാടുകളെ നാക്കിട്ടടിച്ച് നടക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം യുക്തിയാകുന്ന മാനദണ്ഡം വെച്ചളന്ന് സഹീഹുൽ ബുഖാരി ഒട്ടേറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ആ മഹത്വത്തെ ഒട്ടുമുക്കാലും വെട്ടിച്ചുരുക്കി അലങ്കോലപ്പെടുത്തിയവരും കുറവല്ല. അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട അത്തരം ചില വിവരക്കേടുകളെ പറ്റി സാന്ദർഭികമായി സംസാരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മുഴുവൻ വായിക്കല്ല. ഷെയ്ഖ് മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന കേരളത്തിലെ മുജാഹിദുകൾക്കിടയിലെ മുഹദ്ദിസായിരുന്ന അദ്ദേഹമാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. 71 ഒക്ടോബറിൽ. ഇതാ സഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ അൽമനാറിന്റെ ഒരു ഹെഡിങ് എന്നതാ 71 ഡിസംബർ 5. എന്നിട്ട് CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയ്ക്ക് വ്യക്തമായ ഖണ്ഡനമായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആ കാലഘട്ടത്തിൽ ഹദീസിനെതിരിൽ പൊന്തി വന്ന എല്ലാ ആക്ഷേപങ്ങൾക്കും നമ്മുടെ പണ്ഡിതന്മാർ മറുപടി പറയുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചേകനൂരിനെ പ്രത്യക്ഷപ്പെട്ട എന്താ? ആദ്യം ഹദീസ് പ്രമാണമല്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പ്രത്യക്ഷപ്പെട്ടത്. 2 സാക്ഷി വേണം. അത് ശരിയല്ലേ, റസൂലുള്ളാഹിന്റെ ഹദീസ് 2 സാക്ഷി വേണമെന്നല്ല എന്താ തെറ്റുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയത്. പിന്നെ ഓരോന്ന് നിഷേധിക്കാൻ തുടങ്ങി. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു 5 വഖത്ത് നിസ്കാരമുണ്ട്, പക്ഷെ തൊഴിലാളികളൊക്കെ സൗകര്യത്തിന് 3 വഖത്തായി നിസ്കരിച്ചാൽ മതി. എങ്ങനെയുണ്ട്? തൊഴിലാളിന്റെ ആള് എല്ലാവരും മുതലാളിന്റെ ആളാ. അപ്പോൾ തൊഴിലാളിന്റെ ആള് വന്നല്ലോ എന്ന നിലക്ക് കുറെ ആള് പിന്നാലെ കൂടി. കുറച്ചാൾ കഴിഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു നിസ്കാരത്തിന്റെ 3 ഉള്ളൂ. നിസ്കാരം 3 ഉള്ളൂ. അസിലിൽ മരിക്കാനായപ്പോ പറഞ്ഞു 2 ഉള്ളൂ. ഇപ്പൊ അയാൾ അനുയായികൾ പറയുന്നത് നിസ്കാരം തന്നെ ഒരു കവാത്തന്നല്ലാണ്. ഒക്കെ ബുദ്ധിയാണ്, ഒക്കെ ഖുർആൻ ഗവേഷണമാണ്. ഖുർആൻ മുമ്പിൽ വെച്ചിട്ട ഗവേഷണങ്ങളാണ് അതൊക്കെ. എന്നെ ഓർക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. അപ്പൊ എല്ലാരും ഓർത്താ മതി. ഡ്രൈവർ ഇങ്ങനെ വണ്ടി തിരിക്കുമ്പോ അല്ലാ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. ഹോട്ടലിൽ ചായ വാരുന്നോ റബ്ബേ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. കന്നുകൂട്ടുന്നോ കരി ഇങ്ങനെ പിടിക്കുമ്പോ അല്ലാ എന്ന് പറഞ്ഞാൽ ഓന്റെ നിസ്കാരായി. എല്ലാരും ഇടയ്ക്ക് ഇങ്ങനെ അള്ളാനെ ഓർത്താ നിസ്കാരായി. അല്ലാതെ അതിനുവേണ്ടി കിബിലക്ക് തിരിഞ്ഞ് ഒന്നു കൊടുത്തൊരു കവാത്തൊന്നും വേണ്ട, ലക്ഷക്കണക്കിന് പള്ളി ആവശ്യമില്ല, എല്ലാം അനാവശ്യമാണ്, സുന്നത്തിയമായ തീരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അവർ ഖുർആൻ ദർശനത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പാതയിലേക്ക് തന്നെയാണ് ഇപ്പോ നമ്മുടെ സുല്ലമിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറേശ്ശെ നിഷേധിച്ച് ഓരോന്നിനെ കുറിച്ചും മതിപ്പില്ലാതാക്കി. സഹീഹുൽ ബുഖാരിയിൽ വാറോലയുണ്ടെന്നാണ്. എന്നിട്ട് ഉളുപ്പില്ലാതെ ചോദിക്കുക ഞാൻ എവിടെ ഹദീസ് നിഷേധിച്ചേ, ഞാൻ 60 ഹദീസ് നിഷേധിച്ചിട്ട് എന്തേ ഇപ്പൊ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നത്. സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ചേർന്ന് ഉദ്ധരിച്ച ഹദീസാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസിനെ പോലും വാറോല എന്നാണ് അയാളുടെ പുതിയ പുസ്തകത്തിൽ അയാൾ വ്യാഖ്യാനിച്ചിട്ടത്. അപ്പൊ അയാളെ ബുദ്ധിക്ക് യോജിക്കുക എന്നുള്ളതാണ്. ഈ ബുദ്ധിക്ക് യോജിക്കുന്നതിനൊക്കെ വ്യക്തമായ മറുപടി അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ചേകനൂരിനും അബൂറയ്യക്കും ഒക്കെ മറുപടി എഴുതിയപ്പോൾ മുസ്തഫ സബായുടെ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ട് അമാനി മൊഴി പറഞ്ഞിട്ടുണ്ട്. ആരെ ബുദ്ധിയാണ്? യഹൂദിന്റെ ബുദ്ധിയാ, ക്രിസ്ത്യാനിന്റെ ബുദ്ധിയാ, അന്നത്തെ അറബിയുടെ ബുദ്ധിയാ, ഇന്നത്തെ നമ്മുടെ ബുദ്ധിയാ? ആരെ ബുദ്ധിയാണ് പരിഗണിക്കേണ്ടത്? ഓരോരുത്തരെയും ബുദ്ധിക്കനുസരിച്ചൊക്കെ സ്വീകരിക്കാത്തല്ലാതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മാനദണ്ഡം ഉണ്ടാവുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ഇപ്പോൾ ചില പുതിയ മാനദണ്ഡങ്ങൾ ഇയാളുടെ വകയായിട്ട് ഉണ്ടാക്കുന്നതാണ്. പണ്ഡിതന്മാർ പോലും റസൂലുള്ളാഹിന്റെ ഹദീസുകളെ ജനങ്ങളെ മുമ്പിലിട്ട് പുച്ഛിച്ചാൽ പിന്നെ എന്തായിരിക്കും പാമരന്മാരുടെ സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. ഈ പോക്ക് നല്ലതിനല്ല. ഇവിടെ സലഫി മൻഹജ് എന്ന് പറഞ്ഞപ്പോൾ അതിന് 6ാം മദ്ഹബ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് എന്തിനായിരുന്നു എന്നിപ്പോൾ മനസ്സിലായി. സ്വന്തം വ്യാഖ്യാനങ്ങൾ ഇതിലേക്ക് തിരികെ കയറ്റണം. അതിന് നിവൃത്തി ഉണ്ടാവില്ല. മൻഹജ് ഉണ്ടായാൽ മൻഹജ് കേൾക്കുമ്പോഴത്തിനെ പിരാന്ത് തുടങ്ങും. എന്താ മൻഹജ് എന്ന മാർഗം എന്നാണ്. എങ്ങനെയാണ് നമ്മുടെ ആദ്യകാലത്ത് സഹാബികളും താബികളും ഒക്കെ ഇസ്ലാം മതത്തെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം. അവരെങ്ങനെ ഖുർആൻ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. അവരെങ്ങനെ ഹദീസ് മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അതിനെ നിഷേധിച്ച് 6ാം മദ്ഹബാക്കിയപ്പോ ഇവർ തന്നെ അംഗീകരിക്കുന്ന പുസ്തകങ്ങളുടെ ഉദ്ധരണികൾ വെച്ച് സലഫി മൻഹജി എന്ന ഒരു ചെറിയ പുസ്തകം തന്നെ ഇറക്കുകയുണ്ടായി. മൻഹജ് നിഷേധികളുടെ ഹദീസ് നിഷേധം എന്ന പേരിൽ ഈ ഖബർ അഹാദിന്റെ പ്രാമാണികതയെ സംബന്ധിച്ച് എറണാകുളം സമ്മേളന സോവനീർ ലേഖനം എഴുതുണ്ടായി.
നമ്മുടെ പ്രവർത്തകർ ഇത് വായിക്കണം, പഠിക്കണം. അത് ഓർമ്മപ്പെടുത്താനാണ് ഇത് പറയുന്നത്. അതുപോലെ ഗൾഫ് സലഫികളും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന പുസ്തകത്തിലും ഖബർ ആഹാദിന്റെ, അതായത് ഹദീസുകളിൽ 90% വരുന്ന ഹദീസുകളെ നിഷേധിക്കുന്ന പ്രവണതയ്ക്കെതിരിൽ നമ്മൾ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ചില ആളുകൾ കണ്ടുപിടിച്ചതാണെന്നാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഒന്നും പഠിക്കൂല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഉൾക്കൊള്ളുന്നതിന് പകരം എന്തൊക്കെയോ ചില ധാരണകൾ, എവിടുന്നൊക്കെയോ കിട്ടിയ ചില തോന്നലുകൾ, അതൊക്കെ ദീനിന്റെ പേരിൽ അടിച്ചു കാറ്റി അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്ന ഗതികേടിലാണ് ഇപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിലുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹാബികളും ആദ്യകാല മുസ്ലിം തലമുറയും എങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കിയോ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് പറയുന്നത്. AP അബ്ദുൽ ഖാദർ മൗലവി പലപ്പോഴും ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ചോദ്യം കിട്ടും, പ്രസംഗിക്കാൻ ഞങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകും. ഇടവണ്ണയിലുള്ളപ്പോ ചോദ്യത്തിന് ഞങ്ങളെ കൊണ്ടൊക്കെ പ്രസംഗിപ്പിച്ചിട്ട് ചോദ്യത്തിന് ഉസ്താദ് മറുപടി പറയും. അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയാറുണ്ടായോ? ഞങ്ങളെ സംഘടന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റേഷൻ പീടിയിലെ വിലവര പട്ടികമായി മുജാഹിദ് സെന്ററിൽ ഇങ്ങനെ എഴുതി തൂക്കി ഞങ്ങൾ വിചാരിച്ചത് ഇന്നതിൽ ഇന്ന അഭിപ്രായം, ഇന്നതിൽ ഇന്ന അഭിപ്രായം, അല്ലെ? സൂപ്പർ ഫൈനൈൽ ഇത്ര, ഗോതമ്പ് ഇത്ര, പഞ്ചസാര ഇത്ര, ഒരു യൂണിറ്റിന് ഇത്ര, കിലോക്ക് ഇത്ര എന്ന് പറഞ്ഞതുപോലെ മുജാഹിദ് സെന്ററിൽ ഇങ്ങനെ അഭിപ്രായം എഴുതി തൂക്കണ പ്രസ്ഥാനമല്ല ഞങ്ങളുടേത്. പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും ആദ്യകാല തലമുറ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി. ആദ്യകാലത്തെ പണ്ഡിതന്മാരും ഇമാമുകളും എങ്ങനെ മനസ്സിലാക്കിയോ അതങ്ങനെ തന്നെ ഏറ്റക്കുറച്ചിൽ കൂടാതെ മനസ്സിലാക്കണമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ. അത് മനസ്സിലാക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റിയ അബദ്ധമാണ്. അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ചിത്രീകരിക്കരുത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതാണ് യഥാർത്ഥ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം. നമ്മുടെ ഒരു പുസ്തകവും ഒരാൾ വായിച്ചില്ല എന്ന് വെച്ചാൽ, അൽമനാറും വായിച്ചില്ല, വിചിന്തനവും വായിച്ചില്ല, ഒരു പ്രസിദ്ധീകരണവും വായിച്ചില്ല. അങ്ങനെ ഒരാള് ആഫ്രിക്കയിലെ വനാന്തരത്തിൽ പോയിരുന്നു ഖുർആനും ഹദീസും പഠിച്ചു. ഈ മാനദണ്ഡം അനുസരിച്ച് സെലഫുകൾ മനസ്സിലാക്കിയത് മനസ്സിലാക്കുക എന്ന മാനദണ്ഡം അനുസരിച്ച് എങ്കിൽ അയാൾ തിരിച്ചു വരുമ്പോൾ ഒരു സെലഫി ആയിട്ടുണ്ടാവും. കാരണം നമുക്ക് പുതിയതൊന്നും പറയാനില്ല. ആദ്യകാല മുസ്ലിം തലമുറകൾ ഇസ്ലാമിനെ എങ്ങനെ ഉൾക്കൊണ്ടുവോ അങ്ങനെ ഉൾക്കൊള്ളണം എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് സെലഫി എന്ന് പറയുന്നത്. സെലഫ് എന്ന് പറഞ്ഞാൽ ആരാ? നല്ലവരായ മുൻഗാമികൾക്കാ പറയാം. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ സമുദായത്തിലെ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സഹാബികളെ കുറിച്ചാണ്. പിന്നെ അതിനടുത്തവർ, അതായത് നബിയെ കണ്ടിട്ടില്ലാത്ത സഹാബികൾ ദീന് പഠിച്ച താബിഈകൾ. പിന്നെ അതിനടുത്തവർ സഹാബികളെ കണ്ടിട്ടില്ലാത്ത താബിഈകൾ ദീന് പഠിച്ചവർ. ഈ 3 തലമുറകൾക്ക് ശേഷം വരുന്നവർ ക്വാളിറ്റി കുറഞ്ഞവരായിരിക്കും. അവർ സത്യം ചെയ്യാൻ ആവശ്യപ്പെടാതെ സത്യം ചെയ്യും എന്നൊക്കെ അവരുടെ ദോഷത്തെ കുറിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 3 തലമുറ അവർക്കാണ് സലഫ് സാലിഹ് എന്ന് പറയുക, നല്ലവരായ മുൻഗാമികൾ. അവർ ദീനിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്നാണ് സലഫി മൻഹജ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സ്വാഭാവികമായും പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിലും ഹദീസുകൾ മനസ്സിലാക്കുന്നതിലുമൊക്കെ ആദ്യകാല തലമുറ പ്രഥമ സംബോധിച്ച സമൂഹത്തിന്റെ ധാരണ അതിനെ അവലംബിക്കുക എന്നതാണ് കുറ്റമറ്റ രീതി. അതുകൊണ്ടാണ് നമ്മൾ സലഫി എന്ന് നമ്മളെ കുറിച്ച് പറയുന്നത്. സലഫുകളുടെ മാർഗം സ്വീകരിച്ചവർ, സലഫി നഗർ, അല്ലെ? അന്നൊക്കെ നമ്മൾ നമ്മളെ കുറിച്ച് അഭിമാനപൂർവ്വം പരിചയപ്പെട്ടതിനാ ഓരോരുത്തരും താങ്കളുടെ വ്യാഖ്യാനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. എല്ലാ ദുർവ്യാഖ്യാനക്കാരെയും പിടിച്ചു കെട്ടാനുള്ള മാനദണ്ഡവും ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കൈവശമുള്ള അത് തന്നെയാണ്. ഒരായത്തിൽ ഓതിച്ച് തോന്നിയ അർത്ഥം പറയാണ്. കൊട്ടപ്പുറത്തോതി ആയത്താണ്, നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക. അതിനെന്താ നമ്മൾ മറുപടി പറഞ്ഞത്? ഏതെങ്കിലും ഒരു സഹാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? റസൂൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ആദ്യകാല മുസ്ലിമീങ്ങൾ ഖുർആൻ തഫ്സീർ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതോടുകൂടി കഴിഞ്ഞു. അർത്ഥത്തിനൊരു കുഴപ്പമില്ലല്ലോ. വസ്അൽ, നീ ചോദിക്കുക, മൻ അർസൽനാ മിൻ ഖബലിക, നിന്റെ മുമ്പ് നാം അയച്ച, മിൻ റുസുൽനാ, നമ്മുടെ റസൂലുകളിൽപ്പെട്ട. അർത്ഥത്തിനൊരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാ ഓതിയത്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കാൻ. ഈ ദുർവ്യാഖ്യാനക്കാരെ മുഴുവനും പിടിച്ചു കെട്ടുന്നത് സലഫി മൻഹജിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബത്തിന്റെ ഏകോപിച്ച തീരുമാനവും അവലംബിച്ച് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നതും സലഫി എന്ന് പറയുന്നതും ഒന്നാണ്. നമ്മൾ അഭിമാനപൂർവ്വം പറയും ഞങ്ങളാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അത് പറയാൻ മാത്രമുള്ള ഒരു അവകാശവാദമല്ല. നമ്മുടെ പണ്ഡിത സംഘടനയുടെ പേരെന്താണെന്നറിയോ? കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ ഇവർ പുതിയ പണ്ഡിത സംഘടന ഉണ്ടാക്കിയപ്പോൾ എന്താ ചെയ്താരോ? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ വെട്ടിക്കളഞ്ഞിട്ട് വെറും കേരള ജംഇയ്യത്തുൽ ഉലമാ രജിസ്ട്രേഷൻ വാങ്ങി. അതാണ് ഒരേ പേരിൽ ഉണ്ടാകാൻ കാരണം. നമ്മുടെ കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന പേരോട് കൂടിയതാണ്.
ഇന്ന് ഏത് പണ്ഡിത സംഘടനക്കാണ് ആ പേരുള്ളത്? ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പെരുമ്പറയടിക്കുന്നവർക്ക് ആ പേരുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇതുമായി ബന്ധമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നാം യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. നമ്മൾ അഹ്ലുൽ ഹദീസാണ്. ഹദീസാണ് നമ്മുടെ പ്രമാണം. മദ്ഹബിന്റെ കിതാബുകളോ ഏതെങ്കിലും വ്യക്തികളുടെ അഭിപ്രായങ്ങളോ നമുക്ക് പ്രമാണമല്ല. എല്ലാവർക്കും തെറ്റുപറ്റാം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധ വാചകം റസൂലുള്ളാഹിന്റെ ഖബറിനെ ചൂണ്ടിക്കൊണ്ട് ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും, ഇല്ലാ സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിലെ റസൂലിന്റേതൊഴികെ. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തത്വം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ എങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവർക്കൊരു വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നാൽ അവരുടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ആ തെറ്റ് നമ്മൾ എടുക്കാതിരിക്കുകയും അതേസമയം അവരുടെ തത്വം അവരുടെ മാർഗം നമ്മൾ അവലംബിക്കുകയും ചെയ്യണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുകയാണ്. മഗ്‌രിബിന് ശേഷം നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന് അർത്ഥം പറയാം. ഫലാ വറബ്ബിക, നിന്റെ റബ്ബാണ് സത്യം, ലാ യുഅ്മിനൂന, അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ നബിയെ താങ്കളെ അവർ ജഡ്ജിയാക്കണം, താങ്കളെ അവർ വിധികർത്താവാക്കണം, അതുവരെ അവർ മുഅ്മിനാവുകയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തീർപ്പ് പറയേണ്ടത് റസൂലുള്ളാഹിന്റെ ഹദീസ് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണത്. ഖുർആനും ഹദീസും ഭിന്നങ്ങളല്ല, ഒന്നൊന്നിന്റെ പൂരകമാണ്. ഉണ്ടോ എന്ന് മാത്രമല്ല, അങ്ങനെ വിധികർത്താവാക്കിയാൽ മാത്രം പോരാ. താങ്കൾ നൽകിയ വിധിയിൽ അവരെ മനസ്സിൽ യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല. ചില ഹദീസുകളൊക്കെ കണ്ട ചില ആൾക്കൊരു മനംപരത്തല, ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ ഈ കാലത്ത്, ഈ ശാസ്ത്രീയ യുഗത്തിൽ? ഉണ്ടോ ഇനിയിപ്പോ എന്താ ചെയ്യാ, ബുഖാരിയിൽ ഉള്ളതല്ലേ, നമ്മൾ തവക്കുഫാക്കാന്ന അഭിപ്രായം പറയാൻ നിർത്തിയേക്കാൻ, അതനുസരിച്ച് അമൽ ചെയ്യണമെന്നല്ല. മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നമ്മൾ പഠിക്കാന്നല്ല. അത് നമുക്ക് ചേരൂലേ, എന്താ ഹദീസ് എന്ന് പറഞ്ഞ ഹദീസ് സ്വീകരിക്കുന്നതിൽ പല ആളുകൾക്കും ഭയങ്കര വിഷമം. സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ റസൂലിപ്പ അങ്ങനെ പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പൊ എന്താ ചെയ്യാ, സനദും സഹീഹാണ്, സ്വീകരിക്കല്ലാതെ ആ നിലക്ക് സ്വീകരിച്ചിട്ട് കാര്യമില്ല. സുല്ലമിയുടെ കാസറ്റിലുണ്ട് ഒരുപാട് ജാതി ഹദീസ് ഉദ്ധരിക്കും, എന്നിട്ട് അതിനെ വ്യാഖ്യാനിച്ച് കൊളാക്കും, എന്നിട്ട് പറയുന്നത് സഹി അല്ലാതെ, ഇനി സഹി ആണെങ്കിൽ തന്നെ എന്നിട്ട് പിന്നെ യുക്തിവാദം പറയും. ഇതാരുടെ മൻഹജാണ്? ഇതെവിടുത്തെ രീതിയാണ്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ പോലും പൊളിക്കുന്ന രീതിയിലേക്കാണ് ഇവരുടെ യുക്തിവാദങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വെറും ഗ്രൂപ്പ് വിരോധത്തിന്റെ പേരിൽ മാത്രം വിഷയങ്ങളെ പഠിക്കുന്നതിൽ നാം അമാന്തം കാണിക്കരുത്. നമ്മളെ ഭാഗത്തുള്ള നമ്മൾ പറഞ്ഞൊക്കെ ന്യായീകരിക്കുക, അവരുടെ ഭാഗത്തിൽ അവർ പറഞ്ഞൊക്കെ ന്യായീകരിക്കുക. ആ രൂപത്തിലേക്ക് ഇസ്ലാമിക വിഷയങ്ങൾ നമ്മൾ ഒരിക്കലും സാധിച്ചെത്താൻ പാടില്ല. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തണം. ഇത് സംഘടനാ പിളർപ്പുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഇത് സംഘടനാ പിളർപ്പുമായി കൂട്ടിക്കെട്ടേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഇവർ ആശയ ദാരിദ്ര്യം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള ജീവവായു വേണ്ടി കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർക്കതൊരു ആവശ്യമാണ്. അങ്ങനെ ഇത് പിളർപ്പുമായി കൂട്ടിക്കെട്ടി ഒരു കൂട്ടരുടെ പേര് ആരോപിച്ച് അങ്ങനെ വരുത്തിക്കാൻ ശ്രമിക്കാൻ. അതുകൊണ്ട് എന്തായി, പ്രാമാണികമായി ഇത് പഠിക്കണമെന്ന് ആളുകൾക്ക് തന്നെ ഉദ്ദേശമില്ലാതായി പോയി. അത് അവര് പറയണേ നമ്മൾ അതിനെ ന്യായീകരിക്കണം, ഇത് ഇവര് പറഞ്ഞ് നമ്മൾ ഇതിനെ ന്യായീകരിക്കണം. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അധപ്പതിച്ചു പോയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. ഖുർആനും ഹദീസും സലഫ് സാലികൾ മനസ്സിലാക്കണം. അതിൽ വല്ല അബദ്ധങ്ങളും ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അഹങ്കാരം തടസ്സമാകാതെ തിരുത്തണം. എന്നെ കുറിച്ച് വലിയ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാസറ്റിൽ 98 ഞാൻ പാറാൽ കോളേജിന്റെ അവിടെ പ്രസംഗിച്ചു. അതിൽ പറഞ്ഞതിനെതിരായി 2003 പ്രസംഗിച്ചു. എനിക്ക് സ്ഥിരതയില്ല. എന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞാൽ മതി. പാറാൽ കോളേജിൽ വെച്ച് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞത് പലരും തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായപ്പോ ഞാൻ തന്നെ തിരുത്തിയതിന് അഭിനന്ദിക്കല്ല, തിരുത്തിയവനെ കുത്തി പറയാണ്. ഞാനെന്നെ പറയുന്നത് തിരുത്തിയിൽ എനിക്കതിൽ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അബദ്ധങ്ങൾ മനസ്സിലാക്കി ഈ സുല്ലമിയുടെയൊക്കെ ശിഷ്യത്വത്തിൽ വളർന്ന കാലത്ത് നമുക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ അബദ്ധങ്ങൾ തിരുത്തുന്നതിൽ നമുക്ക് യാതൊരു മടിയുമില്ല, ആരെങ്കിലും ഒന്ന് പറയും ചെയ്യും. അതുകൊണ്ട് തെറ്റ് തിരുത്തുന്നതിൽ ആരും മടി കാണിക്കേണ്ടതില്ല. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ പ്രാമാണികമായി യാതൊരു തരത്തിലുള്ള പക്ഷപാതിത്വവും ഇല്ലാതെ നിഷ്പക്ഷമായി അവതരിപ്പിക്കാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് ശ്രദ്ധിച്ച് പഠിക്കാൻ നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഗഹനമായി പഠിച്ച ഒരാളെന്നല്ല എനിക്കും ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്
എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. എല്ലാ ഇസ്ലാമിക വിഷയങ്ങളെ പറ്റിയും ഗഹനമായി പഠിച്ച ആളാണെന്ന് ധാരണയൊന്നും എനിക്കില്ല. ചില്ലറ കാര്യങ്ങൾ മാത്രം ഒരു വിദ്യാർത്ഥിയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പഠിക്കുകയാണ്. ഹദീസ് എന്നത് ഒരു ബഹറാണ്, ഒരു വലിയ സമുദ്രം തന്നെയാണ്. അതിൽ മുൻഗാമികളുടെ മാർഗനിർദ്ദേശങ്ങൾ അവലംബിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. അവർ ഒരുപാട് ഇതിനുവേണ്ടി സേവനം അർപ്പിച്ചവരാണ്. ആ മാർഗത്തിൽ കൂടി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ജിന്ന്, പിശാജ്, സിഹ്ർ, ഈ വിഷയത്തിൽ യഥാർത്ഥ വിശ്വാസവും അന്ധവിശ്വാസവും വേർതിരിയുന്നത് എവിടെയാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ പുതിയ വല്ല അന്ധവിശ്വാസവും ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്ന ആളുകളുടെ പ്രചാരണങ്ങളുടെ നിജസ്ഥിതി എന്താണ്? ഇത് പരിശോധിക്കുകയാണ് ഈ പ്രസംഗം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പുകമറകൾ ഈ വിഷയങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വാസ്തവമാണ്. രണ്ട് ഭാഗത്തോടും അന്ധമായി വിധേയത്വം കാണിക്കാത്ത നിഷ്പക്ഷരായ കുറെ ആളുകൾ വിഷയം പഠിക്കണം, മനസ്സിലാക്കണം, ആരെ ഭാഗത്താണ് തെറ്റെന്ന് മനസ്സിലാക്കി ഇത് നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ, അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി അറിയണം എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആളുകൾ, അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് വിഷയം പ്രാമാണികമായി അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ജിന്നുകളെ കുറിച്ച് പഠിക്കുന്നത് തന്നെ ഒരു താഴ്ന്ന ഏർപ്പാടായിട്ടാണ് ഇപ്പോൾ ചില ആളുകൾ ചിത്രീകരിക്കുന്നത്. ജിന്നുകൾ എന്ന വിഭാഗം തന്നെ ഒരു വൃത്തികെട്ട മ്ലേച്ഛന്മാരാണ് എന്ന തരത്തിലൊരു പ്രചാരണവും നടക്കുന്നുണ്ട്. അതാ ജിന്നത പോണു, ജിന്നിന്റെ ആളത പോകുന്നു എന്ന് നമ്മളെയൊക്കെ ചൂണ്ടി പറയാണ് ചില ആളുകൾ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ മടവൂരി സുഹൃത്തുക്കൾ എഴുതി വെച്ചത് ജിന്ന് നേതാവ് സക്കരിയ സലാഹി മറുപടി പറയുമോ എന്നിട്ട് വലിയ ബോർഡ്. ഇവിടെ നമ്മൾ കുറച്ച് ചോദ്യം കൊടുത്ത് കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചപ്പോ ഇതൊക്കെ ഖുറാഫികൾ ഏർപ്പാടാണ്, ഇങ്ങനെ ചോദ്യം തരലും ചോദ്യം അച്ചടിച്ച് വിതരണം ചെയ്യലൊക്കെ എന്ന് പറഞ്ഞ ആളുകൾ ഇന്നിവിടെ ചോദ്യം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുറാഫികൾ ഏർപ്പാട്, നമ്മൾ ചെയ്ത ഖുറാഫികൾ ഏർപ്പാട്, അവർ ചെയ്ത ശുദ്ധ സലഫികൾ ഏർപ്പാട്. ഞങ്ങളത് ഇവിടെ വിതരണം ചെയ്തത് ഈ വിഷയം പ്രസംഗിക്കാൻ ഞാൻ ചെന്ന മിക്ക സ്ഥലങ്ങളിലും
എടത്തനാട്ടുകര അല്ലാത്ത സ്ഥലത്തൊക്കെ ഇതുപോലത്തെ വലിയ ബോർഡുകൾ എന്നെ വ്യക്തിപരമായി താറടിക്കുന്ന തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള ബോർഡുകൾ എഴുതി വെച്ചിരുന്നു. ഞങ്ങൾ വ്യക്തിപരമായി ആരെയും പറഞ്ഞിട്ടില്ല. മടവൂരികൾ മറുപടി പറയുമോ എന്ന് ചോദിച്ച് 25 ചോദ്യം വിതരണം ചെയ്തിരുന്നു. ആ ചോദ്യത്തെ കളിയാക്കിയല്ലാതെ അതിക്ക് ഒന്നും കൂടി കൂട്ടിക്കോ, ഒരു നമ്പറും കൂടി എഴുതി വെച്ചോ എന്നൊക്കെ പറയല്ലാതെ ആ ചോദ്യത്തിന് ഇവിടെ വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. എന്നിരുന്നാലും ഇന്നും നാളെയുമായി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത് അവരെ പോലെ നമ്മൾ ആകരുതല്ലോ എന്ന നിലക്കാണ്. വിഷയം ദീനിയായ വിഷയമായതുകൊണ്ടും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂന്നാം കക്ഷി ഇത് കേൾക്കുന്നു എന്നതുകൊണ്ടുമാണ് ഞങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നത്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ കുറച്ച് ചോദ്യങ്ങൾക്കും പിന്നീട് ബാക്കി നാളെയും ഞങ്ങൾ മറുപടി പറയുന്നതാണ്. പിന്നെ ജിന്നുവർഗം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരു സ്വതന്ത്ര സൃഷ്ടിവർഗമാണ്. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്നി എന്നൊരു സൂറത്ത് തന്നെ ഉണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ ഹജബ. നബിയെ പറയുക, എനിക്ക് വഹയി ലഭിച്ചിരിക്കുന്നു, ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അവർ പോയിട്ട് പറഞ്ഞു, ഞങ്ങളൊരു അത്ഭുതകരമായ ഖുർആൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും അവരതിൽ വിശ്വസിക്കുകയും അവരുടെ ആളുകളുടെ അടുത്ത് പോയി അവരത് പ്രബോധനം നടത്തുകയും ചെയ്തു എന്ന് ഖുർആൻ വേറെ സ്ഥലത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജിന്നുകളെ സംബന്ധിച്ച് അവരിൽ മുഅ്മിനുകളുണ്ട്, മുഅ്മിനുകളല്ലാത്തവരുണ്ട്, കാഫിറുകളുണ്ട്. ജിന്നുകളിൽപ്പെട്ട കാഫിറുകളാണ് ശൈത്താന്മാർ, പിശാചുക്കൾ എന്ന് പറയുന്നത്. അവരിൽ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛവർഗമാണെന്ന തരത്തിലുള്ള സംസാരം നമുക്ക് പാടില്ലാത്തതാണ്. മുസ്ലിങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്, അവർക്ക് രക്ഷയും ശിക്ഷയുമുണ്ട്, അവർക്ക് വിചാരണയുണ്ട്, പരലോകത്ത് സ്വർഗവും നരകവുമുണ്ട്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മാത്രമുള്ള റസൂലല്ല, ജിന്നുകൾക്ക് കൂടിയുള്ള റസൂലാണ്. യാ മഅശറൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളുടെയും ഇൻസുകളുടെയും സമൂഹമേ എന്ന് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരെ കുറിച്ച് അവർ മ്ലേച്ഛന്മാരാണെന്ന ധാരണ നമുക്കുണ്ടാകരുത്. ശൈത്താന്മാർ എന്ന് പറയുന്ന ജിന്നുകളിലെ കാഫിർ വർഗമാണ്, നിഷേധി വർഗമാണ് മ്ലേച്ഛന്മാർ. അത് മനുഷ്യരിലെ നിഷേധികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് വിഷയത്തെ പഠിച്ചു പോകണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് ഇവിടെ ഈ വിഷയത്തിൽ ഡോക്യുമെന്ററി ഇറക്കിയ നമ്മുടെ മടവൂരി സുഹൃത്തുക്കളും ഇസ്ലാഹി നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. ദീർഘകാലം KNMന്റെ പ്രസിഡന്റായിരുന്ന, അവസാന കാലത്ത് അദ്ദേഹത്തെ കാലുവാരാൻ ഈ ആളുകളുടെ ഗൂഢശ്രമം ഉണ്ടായി. എന്നിരുന്നാലും പിന്നീട് അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി. ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സെൽസബിൽ സ്പെഷ്യൽ പാലക്കാട് സമ്മേളനത്തോടനുബന്ധിച്ച് ഇറക്കിയതാണ്. അതിൽ ഡോക്ടർ എം ഉസ്മാൻ സാഹിബിന്റെ നീണ്ട ഒരു ലേഖനമുണ്ട്. അത് ഇൻസാഫ് പബ്ലിക്കേഷൻസ് മുഖ്യ ശത്രു എന്ന പേരിൽ ബുക്കായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും യുവതാ ബുക്ക് ഹൗസിൽ അത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ, ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ ഉമർ മൗലവി സാഹിബ് എഴുതിയത് ഞാൻ ആദ്യമായി വായിച്ചു കേൾപ്പിക്കാം. സെൽസബിൽ 1971 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. ഒരു കൊല്ലം ത്രൈമാസികയായിരുന്നു, പിന്നീടാണ് മാസികയാക്കിയത്. ത്രൈമാസിക 2, 3, 4 എന്നീ ലക്കങ്ങളിൽ എന്റെ ബഹുമാന്യ സുഹൃത്തും KNM സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് പിശാചി എന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയ ദീർഘമായ ലേഖനം സംയോജിപ്പിച്ചുകൊണ്ട് പുനഃപ്രസിദ്ധീകരണം നടത്തുകയാണ്. നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത്. ഇതാ നിത്യനൂതനത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പുതുമയുണ്ടതിന്. ഇത് പറയുന്നത് 93-ലോ മറ്റാണ്, പാലക്കാട് സമ്മേളനത്തിലാണ് പറയുന്നത്. അന്നും അതിന്റെ പുതുമ നശിച്ചിട്ടില്ല. ഇതൊരു ഗവേഷണ പ്രബന്ധമാണ്. ഇസ്ലാമിക വിജ്ഞാന രചനയിൽ ഈ വിഷയകമായി മലയാളത്തിൽ ഇതുവരെ ആരും ഇത്രയും പ്രഗത്ഭമായി എഴുതിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. ആരാ പറയുന്നത്? സലഫി തറവാട്ടിലെ കാരണവരായ ഉമർ മൗലവി റഹിമഹുല്ല. അദ്ദേഹം വീണ്ടും പറയാണ്, ആധുനിക വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറക്കും എന്നെപ്പോലെയുള്ളവർക്കും ഈ രചന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു. ഡോക്ടർ അവറുകൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം സെൽസബിൽ സ്പെഷ്യൽ പാലക്കാട് സമ്മേളനത്തിൽ വിതരണം ചെയ്തതാണ്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇന്ന് തർക്കത്തിലിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് നമുക്ക് വ്യക്തമായ ഒരു മറുപടി ഡോക്ടറുടെ ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ ലേഖനം അവസാനിക്കുന്നിടത്ത് ഉമർ മൗലവി വീണ്ടും പറയാണ്, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ,
പിശാചില്ലെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് അതിയായ സഹതാപം. ഒരറബിക്കവി പാടിയത് രസാവഹമായിട്ടുണ്ട്. ഞാൻ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു, എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു, അങ്ങനെ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായി. ഉസ്മാൻ ഡോക്ടർ പ്രശംസിക്കാണ്. കണ്ടോ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഈ 2 അടിക്കുറിപ്പുകളും ഞാൻ വായിച്ചത് ഈ വിഷയം കേരളത്തിലെ മുജാഹിദുകൾക്ക് പരിചയമില്ലാത്തൊരു വിഷയമല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഉമർ മൗലവി റഹിമഹുല്ലാ, ഉസ്മാൻ സാഹിബ് റഹിമഹുല്ലാ, അവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഉസ്മാൻ സാഹിബിന്റെ പ്രഗത്ഭമായ തൂലിക എഴുതുകയും ഉമർ മൗലവി സൽസബിയിലൂടെ പലവട്ടം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് ഒന്നായി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പുസ്തകമാക്കി ഇന്ന് യുവതാ ബുക്ക് ഹൗസിൽ പോലും വിറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഖ്യശത്രു എന്ന പുസ്തകം അത് വായിച്ചു നോക്കിയാൽ തന്നെ ഇന്നിവർ പറയുന്ന പലതും, ഇന്നിവർ അന്ധവിശ്വാസമാണെന്ന് ആക്ഷേപിക്കുന്ന പലതും ഡോക്ടർ ഉസ്മാൻ സാഹിബ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ സ്ഥാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല അൽമനാർ റമളാൻ സ്പെഷ്യലിൽ കരീമിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ ഈ ലേഖനത്തിലെ ഒരു ഭാഗം അൽമനാർ റമളാൻ സ്പെഷ്യൽ എടുത്തു കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും. ആരും തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുകയാണെന്ന് അന്ന് പ്രചരിപ്പിച്ചിട്ടില്ല. അബ്ദുസ്സമി എന്ന പേരിൽ ഒരാൾ ഇതിന് മറുപടി എഴുതിയിരുന്നു. അത് അബ്ദുസലാം സല്ലമി പേര് മാറ്റി എഴുതിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ ഒരാള് സൽസബിയിൽ വിമർശനം എഴുതി എന്നതല്ലാതെ വേറെ ആരും അദ്ദേഹത്തെ അന്ധവിശ്വാസിയായി മുദ്ര കുത്തുകയോ ഖുറാഫാത്ത് പ്രചരിപ്പിക്കാമെന്ന് പെരുമ്പറയടിക്കുകയോ അദ്ദേഹത്തെ സംഘടനയിൽ പുറത്താക്കണം എന്നാവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. ഓരോ വിഷയവും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനൊക്കെ നമുക്ക് ഉസ്മാൻ ഡോക്ടറുടെ ഈ ലേഖനത്തിൽ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് നോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോയിട്ടൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം എന്താണ് ഈ വസ്തുത എന്ന് നിഷ്പക്ഷമായി മനസ്സിലാക്കാൻ വേണ്ടി. ഇനി സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ജിന്ന് എന്ന് പറഞ്ഞൊരു വർഗം തന്നെ. ജിന്നില്ല എന്നല്ലേ നമ്മൾ ഇത്ര കാലം പറഞ്ഞ്, ഇപ്പൊ എവിടെ ഇപ്പൊ ജിന്നും കൊണ്ട് കിഞ്ഞത്? ചില ആളുകൾ ചോദിക്കാം, ആരാണ് ജിന്നില്ല എന്ന് പറഞ്ഞ്? മുജാഹിദ് പറഞ്ഞിട്ടില്ല. അമാനി മൗലവിയുടെ പരിഭാഷ 2-ാം വാല്യം എടുത്തു നോക്ക്. ജിന്നിനെ നിഷേധിക്കുന്ന CN മൗലവിക്ക് പേജുകൾ കണക്കിന് മറുപടി എഴുതിയ ഒരു വ്യാഖ്യാനക്കുറിപ്പ് തന്നെ കാണാം. ജിന്നും മനുഷ്യനും. CN മൗലവി ജിന്ന് നിഷേധിച്ചണോ? സലാം സുല്ലമി പറയുന്നത് ഞാൻ നിഷേധിയല്ല. ആ അർത്ഥത്തിലാണെങ്കിൽ ആരും നിഷേധിയല്ല, CN നിഷേധിയല്ല. കാരണം CN എന്താ പറഞ്ഞത്? ജിന്നുണ്ട്. പക്ഷെ ജിന്ന് എന്ന് പറഞ്ഞ എന്താണ്? അത് മനുഷ്യരിൽപ്പെട്ട ഒരു വർഗമാണ്. ജിന്നും ഇൻസും എന്ന് പറഞ്ഞാൽ കാടൻ, നാടൻ, കാട്ടുവർഗം, കാട്ടുജീവി, ആദിവാസി, അങ്ങനത്തെ മനുഷ്യന്മാർക്ക് ജിന്നും, നാട് തുണിയും കുപ്പായ കെട്ട് നടക്കണ നാട്ടിലേക്ക് ഇറങ്ങിയ പരിഷ്കൃതന്മാരായ ആളുകൾക്ക് ഇൻസു എന്നും പറയും. അങ്ങനെ കാടൻ, നാടൻ എന്നിങ്ങനെ മനുഷ്യൻ എന്നതിന്റെ ഒരു പര്യായമാണ് ജിന്ന് എന്ന് വാദിച്ചുകൊണ്ടാണ് CN പ്രത്യക്ഷപ്പെട്ടത്. എന്ന് മാത്രമല്ല, CN പറഞ്ഞെന്താ വെച്ചാൽ ഭാഷയിൽ ജിന്നിന് കാട്ടാളെന്ന് അർത്ഥമുണ്ട്, ആദിവാസി നടത്തണ്ട്, മറിഞ്ഞിരിക്കുന്ന മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ അകന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല, അതാണ് ഖുർആനിൽ പ്രയോഗിച്ച ജിന്ന് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ അബ്ദുസലാം സല്ലമിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജിന്ന് എന്ന വാക്ക് കാട്ടാളനും ബാക്ടീരിയക്കും ഫംഗസിനും ഒക്കെ ഭാഷയിൽ ഉപയോഗിക്കും എന്നാണ്. ഭാഷയിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഖുർആനിലും ഹദീസിലും വന്ന പല ജിന്നിനെയും മൂപ്പർക്ക് എന്താക്കണം? ബാക്ടീരിയ ആക്കണം, മൂപ്പർക്ക് വൈറസ് ആക്കണം, അതുപോലെ തന്നെ മൂപ്പർക്ക് കാട്ടാളനാക്കണം. അതിന് സൗകര്യത്തിനാണ് ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട്, ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട് നേരത്തെ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ആ പറയുന്ന ഭാഗം ആദ്യമായി നിങ്ങളൊന്ന് കേട്ടോളൂ. ജിന്നി എന്ന് പറഞ്ഞാൽ കാട്ടാളനാണ്, ഫംഗസ് ആണ്, ബാക്ടീരിയ ആണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് ആ ഭാഗം കേൾപ്പിച്ചു കൊടുക്കി. ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ് അറബി അംഗീകരിച്ച് നികൊണ്ടാണ് കാമൂസ്. ആ ലിസാൻ അറബിനും കാമൂസിനും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിൽക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്ന് തന്നെ പ്രയോഗിക്കുക, വേറെ ഭാഷയല്ല. അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോബ്സ് നമ്മൾ മൊത്തത്തിൽ പറയും. അതിന് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നാ പ്രയോഗിക്കുക? ഹദീസിലൊക്കെ എന്തെന്നാ പ്രയോഗിച്ചത്? ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്രയും മനസ്സിലാക്കി. അപ്പോ അറബി ഭാഷയിൽ ജിന്നിന് കാട്ടാളെന്നും ബാക്ടീരിയാന്നും ഫംഗസ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഭാഷാർത്ഥം എന്തിനാ അവിടെ കൊണ്ടുവരുന്നത്? ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ടെന്നതിനെ പറ്റി അവിടെ തർക്കമുണ്ടോ? ഖുർആനിലും ഹദീസിലും വന്ന ജിന്നി എന്ന വാക്കിൽ ആ അർത്ഥം പരിഗണിക്കണോ വേണ്ടേ? അതവിടെ തർക്കം. പരിശുദ്ധ ഖുർആൻ 30-ലധികം സ്ഥലത്ത്, ഹദീസിൽ 100 കണക്കിന് സ്ഥലത്ത് ജിന്നി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
അതിൽ എവിടെയൊക്കെയാണ് കാട്ടാളൻ, എവിടെയൊക്കെയാണ് ബാക്ടീരിയ, എവിടെയൊക്കെയാണ് ഫംഗസ്, എവിടെയൊക്കെയാണ് മൈക്രോബ്, അത് ഇയാൾ വിശദീകരിച്ചിട്ടില്ല. ഇയാളുടെ അനുയായികളും വിശദീകരിച്ചിട്ടില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇല്ലാത്ത ചില വാദങ്ങൾ ഇയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ജിന്നിൽപ്പെട്ട ശൈത്താന് മനസ്സിൽ ദുർബോധനം നടത്താനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. പക്ഷെ ഈ യുക്തിവാദത്തിനെതിരായ ഒരുപാട് ഹദീസുകൾ കാണുകയാണ്. അപ്പൊ എന്താക്കും, അത് ബാക്ടീരിയയാണ്, ഒന്നുകിൽ വാറോല അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണ്. പക്ഷെ ഇവിടെ പ്രസംഗിച്ച കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് പറഞ്ഞ എന്താണെന്നറിയോ? ആര് പറഞ്ഞു? ഇന്ത്യയിൽ ആരെങ്കിലും പറഞ്ഞോ? കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞോ? ജിന്നി എന്ന ബാക്ടീരിയൻ തെളിയിക്കണം ഇവിടെ. അതേസമയത്ത് ഇവിടെ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ മടവൂരികൾ തമ്മ തന്നെ ചേർക്കും. അത് ബാക്ടീരിയ തന്നെയാണ്, അത് ബാക്ടീരിയ തന്നെയാണ്, ജിന്ന് എന്ന് പറഞ്ഞ ബാക്ടീരിയ തന്നെയാണ്, ഫംഗസ് തന്നെ, ജിന്നൊന്നുമില്ല എന്നൊരു കൂട്ടര്. അല്ല, അങ്ങനെ പറയാൻ പാടില്ല, ജിന്ന് എന്ന് പറഞ്ഞ വർഗം ഉണ്ട് എന്നൊരു കൂട്ടരും. ഇവരെ തർക്കം മൂക്കണിയിലടക്കാണ്. ജിന്ന് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറഞ്ഞങ്ങൾ കേട്ടില്ലേ? കരിമ്പിലാക്കന്റെ നിഷേധം ഒന്ന് കേട്ടോ നിങ്ങൾ. ഏതായാലും അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയത്തിൽ എന്താ പറയുന്നത് കേട്ടോക്കാം. ആ കൂട്ടത്തിലൊന്ന് ഇത്തരം ഹദീസുകള് എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നിനെ സംബന്ധിച്ച് തന്നെ ഒരധ്യായം തന്നെ കാണാം. ഇങ്ങനെ ഖുർആനിലും ഹദീസിലും വന്ന ഈ ജിന്നിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം പറയുന്നത് അത് ബാക്ടീരിയയാണ്, വൈറസ് ആണ്. അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ന് തുടങ്ങുന്ന ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ജിന്നിനെ കുറിച്ച് അബ്ദുസ്സലാം സലഫി ബാക്ടീരിയ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്നാണ് അബ്ദുറഹ്മാൻ സലഫിയുടെ കണ്ടെത്തൽ. യഥാർത്ഥത്തിൽ ഒന്നാമതായത് പച്ച നുണയാണ്. കാരണം എന്താ, ഈ ആയത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ വെളിച്ചത്തിൽ ജിന്ന് എന്ന് പദം വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു പദത്തിൽ ബാക്ടീരിയ എന്ന അബ്ദുസ്സലാം സലഫിയല്ല കേരളത്തിലെ ഒരൊറ്റ പണ്ഡിതനും അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരെ തെളിയിക്കണം. എങ്ങനെയുണ്ട്? ആരും വൈശയെ തട്ടിപ്പറിച്ചുണ്ടോ? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞാ ഒരുപാട് ഹദീസുകളിലും ജിന്നി എന്ന് പോലെയുള്ള ധാരാളം ആയത്തുകളിലും ജിന്നി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇയാൾ ബാക്ടീരിയ ആക്കുന്നത്. കണ്ടോ? ആ ഖുർആനിലും ഹദീസിലും വന്ന ജിന്നിനെ അട്ടിമറിക്കാണ് ഇയാള് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. ഇയാളുടെ കുല്ലൂയ ഇലയ്യ എന്ന ആയത്തിന് എവിടെയാണ് അർത്ഥം പറഞ്ഞത്? സലാം സുല്ലമി. അപ്പൊ ആ ആയത്തിന് എങ്ങനെ അർത്ഥം പറഞ്ഞു നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇതുപോലുള്ള നിരവധി ആയത്തുകളാൽ സ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിലുള്ള ജിന്ന്. ആ ജിന്നിനപ്പോ ബാക്ടീരിയ ആക്കാണെന്നാ പറഞ്ഞു. പക്ഷെ എന്തായി?